Welcome to all to this, BPAG 174. Okay, today we'll be taking unit number 9. Okay, so 2 units we'll be taking. Before taking the session, I just want to tell you one thing more. I had an opportunity to see നിങ്ങളുടെ അസൈൻമെന്റ്സ് കാണാനുള്ള ചില ചാൻസ് കിട്ടി. ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാനുണ്ട് പെട്ടെന്ന് ക്ലാസ് എടുക്കുന്നതിന് മുമ്പേ. മാർക്കിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ ആൻസർ അസൈൻമെന്റ് ചെയ്യണം. അതായത് 20 മാർക്ക് ഉണ്ടെങ്കിൽ 1.5 പേജ് എഴുതിയാൽ 20 മാർക്ക് കിട്ടില്ല. അത് അറ്റ്ലീസ്റ്റ് 4 പേജോ 5 പേജോ എഴുതിയാലാണ് 20 മാർക്ക് കിട്ടും. അതേ പ്രകാരം മാർക്കിന്റെ അടിസ്ഥാനത്തിൽ 6 മാർക്ക്, താഴത്തെ 6 മാർക്ക് ഉണ്ട് ചിലത്. 6 മാർക്കിന് നിങ്ങൾ ഒരു പേജ് മിനിമം 1 പേജോ 2 പേജോ എഴുതണം. അത് ശരിയായിട്ട് എഴുതുമ്പോൾ, അല്ലെങ്കിൽ 6 മാർക്ക് കിട്ടില്ല. നിങ്ങൾ ജസ്റ്റ് ഏതെങ്കിലും രീതിയിൽ കിട്ടിയില്ല. അപ്പോൾ അസൈൻമെന്റ് എഴുതുന്ന സമയത്ത് വളരെ വളരെ ശ്രദ്ധിച്ച് എഴുതണം. അല്ലാണ്ട് മാർക്ക് കിട്ടും എന്നുള്ള ഉദ്ദേശത്തിൽ അങ്ങോട്ട് എഴുതരുത്. എഴുതിയാൽ മാത്രമേ മാർക്ക് കിട്ടൂ. അത് പ്രോപ്പറായിട്ട് എഴുതുക. കാരണം സം ഓഫ് ദം, നോട്ട് എവരിബഡി, അത് പ്രോപ്പറായിട്ട് ക്വസ്റ്റ്യൻ നമ്പറും ഇതൊക്കെ പ്രോപ്പറായിട്ട് ഇടണം. മാർക്കിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ എഴുതണം. അല്ലെങ്കിൽ മാർക്ക് കിട്ടും. കാരണം 2 പേജ് എഴുതിയുള്ളെങ്കിൽ 1 പേജ് എഴുതി എങ്ങനെ 20 മാർക്ക് കിട്ടും? 100ലാണ് 20, അത് ഓർക്കണം കേട്ടോ. അപ്പൊ ഇതെല്ലാം നിങ്ങൾക്ക് മറ്റേക്ക് ആഡ് ചെയ്യും. അതുകൊണ്ട് വളരെ ശ്രദ്ധാപൂർവ്വം കേൾക്കണം. യൂണിറ്റ് 9, ഓക്കെ, വളരെ പ്രധാനപ്പെട്ട യൂണിറ്റാണ്, നിങ്ങളുടെ സബ്ജക്റ്റാണ് ഇത്. അതുകൊണ്ട് വളരെ ശ്രദ്ധാപൂർവം നിങ്ങൾ കേൾക്കുക. ലേറ്റസ്റ്റ് ആയിട്ടുള്ള പല പല കാര്യങ്ങൾ ഞാൻ പറയും ഞാൻ കേട്ടോ. അപ്പോൾ റോൾ ഓഫ് ഗ്രീൻ ആൻഡ് കൺവേർജിങ് ടെക്നോളജീസ് ഇൻ ഹെൽത്ത്, സാനിറ്റേഷൻ ആൻഡ് ഫുഡ് സെക്യൂരിറ്റി. അപ്പോൾ നമ്മുടെ ഗ്രീൻ, ഇപ്പോഴത്തെ എൻവയോൺമെന്റിനെ പറ്റിയാണല്ലോ നമ്മൾ പറയുന്നത്. റോൾ ഓഫ് ഗ്രീൻ ആൻഡ് കൺവേർജിങ് അനവധി ടെക്നോളജീസ് ഉണ്ടല്ലോ. ഇപ്പോൾ പല കാര്യങ്ങളിലും ടെലികമ്മ്യൂണിക്കേഷൻ ആയിക്കോട്ടെ, വേറെ എല്ലാ ടെക്നോളജീസും എല്ലാ സെക്ടറിലും, ഹെൽത്ത് സെക്ടറിലായിക്കോട്ടെ, എല്ലാ മെഡിക്കൽ എക്യുപ്മെന്റ്സ് എല്ലാം നമ്മുടെ ഓപ്പറേഷൻ ഇതൊക്കെ ചെയ്യുന്നത് കണ്ടില്ലേ. ഇപ്പോൾ ഓരോരോ ടെക്നോളജി വളരെയധികം വർദ്ധിച്ച് വരികയാണ്. സാനിറ്റേഷൻ ആൻഡ് ഫുഡ് സെക്യൂരിറ്റി. ആദ്യം സാനിറ്റേഷൻ പറയട്ടെ. അതായത് നമ്മുടെ ഡിസ്പോസൽ ഓഫ് വേസ്റ്റ്, അതാണ് ശ്രദ്ധാപൂർവം വേണ്ടത്. അതായത് ലാൻഡ് പൊല്യൂഷൻ ആയിരിക്കും. അതേമാതിരി നമ്മുടെ ഈ വേസ്റ്റ് കളക്ട് ചെയ്യുന്നത്, എങ്ങനെ ഡിസ്പോസ് ചെയ്യുന്നത്, അത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അതിന് പ്രത്യേക സയന്റിഫിക് വേ നമ്മൾ അത് ഡിസ്പോസ് ചെയ്യണം. അതേമാതിരി ഫുഡ് സെക്യൂരിറ്റി. ഓക്കെ, അടുത്തത് നമ്മൾ ഈ ചാപ്റ്ററിൽ പറയാൻ പോകുന്നത് മീനിങ് ഓഫ് ഗ്രീൻ ആൻഡ് കൺവേർജിങ് ടെക്നോളജീസ്, ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് കാറ്റഗറീസ് ഓഫ് ഗ്രീൻ ടെക്നോളജീസ്. ഇതെല്ലാം വിവരിക്കാം. Characteristics of green technology, categories of green technologies, role of green technologies in health and sanitation, green technologies and food security. ഇതാണ് ടോപ്പിക് വരുന്നത് ഈ യൂണിറ്റിൽ കേട്ടോ. 9ാമത്തെ യൂണിറ്റില് ഇതാണ് വരുന്നത്. ഇതാണ് പിന്നീട് വിശദീകരിക്കുന്നത്. ഇൻട്രൊഡക്ഷൻ ഓഫ് യൂണിറ്റ് 9. മനുഷ്യന്റെ നോക്കൂ, ഹ്യൂമനിറ്റി അൺപ്രീസിഡന്റഡ് ഡിമാൻഡാണ്. ഇപ്പോൾ ആവശ്യങ്ങളെ വർദ്ധിച്ചു വരികയാണ് അല്ലേ. പണ്ട് സൈക്കിളായിരുന്നു, പിന്നെ ഇതായിരുന്നു, മോപ്പഡായിരുന്നു, പിന്നെ സ്കൂട്ടറായിരുന്നു, ഇപ്പൊ കാറ് ഏതെല്ലാം മോഡല് 2 കൊല്ലം ഉപയോഗിച്ചാൽ മാറി വേറെ ഏതെങ്കിലും പുതിയ ഡിസൈൻ, അങ്ങനെ ഡിമാൻഡ്. ചിലർക്ക് സെൽഫായിട്ടുള്ള ഹെലികോപ്റ്റർ ആയിക്കോട്ടെ, പ്ലെയിൻ ആയിക്കോട്ടെ. അപ്പോൾ നെവർ എൻഡിങ് അംബിഷൻ. അതേമാതിരി വീടുകളാണെന്ന് വെച്ചാൽ 1 വീട് പോരാ, 4 വീട് വേണം. അങ്ങനെയുള്ള പല പ്രശ്നങ്ങളും. ഡിമാൻഡ് ഈസ് ഇൻക്രീസിങ്. എന്തുകൊണ്ടത് പറയാന്നറിയോ? അൺപ്രീസിഡന്റഡ് ഡിമാൻഡ് ഫോർ നാച്ചുറൽ റിസോഴ്സസും നമ്മുടെ. അപ്പോൾ എന്താ നാച്ചുറൽ? നമുക്ക് ഈ പോപ്പുലേഷൻ കൂടുകയാണ് വിചാരിക്കുക. വെള്ളം കുടിക്കണേ. വെള്ളം എവിടെ നിന്ന് കിട്ടണം? നദികളിൽ നിന്ന്. നദികളത്തെ അഡൾട്ടറേറ്റഡ് ആണ്. ഇത് പ്യൂരിഫൈ ചെയ്തിട്ട് വേണം വെള്ളം വരാൻ. അപ്പൊ നേച്ചറൽ റിസോഴ്സ് അവിടെ വെള്ളം വേണ്ടേ? അപ്പൊ നേച്ചറൽ റിസോഴ്സസ് ഹാസ് റാപ്പിഡ്ലി ഇൻക്രീസ് ഇൻ ദ ലാസ്റ്റ് ഫ്യൂ ഡിക്കേഡ്സ്. നോട്ട് ഓൾ നേച്ചറൽ റിസോഴ്സ് ആർ റിന്യൂവബിൾ. എല്ലാ നേച്ചറൽ റിസോഴ്സും റിന്യൂ ചെയ്യാൻ പറ്റില്ല. സം ഓഫ് ദം ആർ ആൾറെഡി ഡിപ്ലീറ്റഡ്. ചിലത് ഇല്ലാതായി, അല്ലെങ്കിൽ നശിച്ചു പോയി ചിലത്. മനസ്സിലായില്ലേ? സിൻസ് ദ ടേൺ ഓഫ് ദ സെഞ്ചുറി we are witnessing an increased level of awareness of the impact of humankind modern lifestyle. നമ്മുടെ മോഡേൺ ലൈഫ് സ്റ്റൈലാണ്
നമ്മളെ താറുമാറാക്കുന്നത്. അത് ഞാൻ പറഞ്ഞില്ല എന്താ കാരണം. ആഗ്രഹങ്ങളെ കടിഞ്ഞാനിട്ട് നമ്മളെ ചില സമയത്തൊക്കെ കൺട്രോൾ ചെയ്യണം. അതായത് പെട്ടെന്ന് നമ്മുടെ അത് വേണം ഇത് വേണം, അതുമാതിരി കുട്ടികളായിക്കോട്ടെ, അച്ഛനോടും അമ്മയോടും നിങ്ങൾക്കറിയാം ചെറിയ ചെറിയ ഇൻസിഡന്റ് പോലും ഭയാനകമായ ഓരോ സംഭവങ്ങളായിട്ട് ഡെയിലി പത്രങ്ങളിൽ കാണാം. ചെറിയ കൊച്ചു കാര്യങ്ങൾ പോലും കുട്ടികൾക്ക് സഹിക്കാൻ വയ്യ. വേണം പറഞ്ഞാൽ വേണം, കമ്പ്യൂട്ടർ പറഞ്ഞാൽ കമ്പ്യൂട്ടർ, അല്ലെങ്കിൽ മൊബൈൽ വേണം പറഞ്ഞാൽ ഇല്ല. അച്ഛൻ്റെ കയ്യിൽ കാശുണ്ടോ അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാനുണ്ടോ അതും നോക്കില്ല, ഇതാ പോയി സൂയിസൈഡ് ചെയ്യുക. അങ്ങനെയൊക്കെ ഓരോരുത്തർ പല കാര്യങ്ങൾ എത്രയോ നടക്കുന്നുണ്ട്. ഡെയിലി പത്രം നോക്കാൻ വയ്യ, TV നോക്കാൻ വയ്യാത്ത സ്ഥിതിയിൽ ആയിരിക്കണു. അപ്പൊ എന്താ പറഞ്ഞ വെച്ചാൽ നമ്മുടെ ലൈഫ് സ്റ്റൈല് വളരെ 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 ഇപ്പൊ ഞാനൊരു ചെറിയ ഉദാഹരണം പറയട്ടെ. യു ടേക്ക് ദി എക്സാമ്പിൾ, എ സ്മോൾ സ്റ്റേറ്റ് കേരള ഏറ്റവും കൂടുതൽ മെഡിസിൻ ഒക്കെ കൺസ്യൂം ചെയ്യുന്നത് നമ്മുടെ ഇവിടെ ഉണ്ട്. ഒന്ന്, എന്താ ഇതിന്റെ കാരണം? പ്രധാന കാരണം ലൈഫ് സ്റ്റൈൽ. ജോലി ചെയ്യുന്നില്ല, ഭക്ഷണം കഴിക്കുന്നുണ്ട്, ഡൈജസ്റ്റ്, എല്ലാവരുടെ കാര്യമല്ല പറഞ്ഞത്, ഡൈജസ്റ്റ് ചെയ്യേണ്ട പല കാര്യങ്ങളും, വ്യായാമം എടുക്കണ്ടേ, അതേമാതിരി പല 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 കാര്യങ്ങൾ, ടെൻഷൻ പല വിധത്തിലുള്ളത്. പിന്നെ നമ്മുടെ എൻവയോൺമെന്റ്, പിന്നെ കറന്റ് ഡെവലപ്മെന്റ് പാറ്റേൺസ് ആർ പുട്ടിങ് ദ വേൾഡ് ടു എക്കോളജിക്കൽ സൂയിസൈഡ്. ഇന്നത്തെ ട്രെൻഡിൽ നമ്മൾ പോവുകയാണ് എന്നുണ്ടെങ്കിൽ വളരെ എക്കോളജിക്കൽ സൂയിസൈഡ് എന്ന് വെച്ചാൽ നോക്കൂ, 5 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റ് മഴ പെയ്താൽ, ഇപ്പൊ ഇവൻ കണ്ടു ഞാൻ ഇവിടെ ജസ്റ്റ് മിഞ്ഞാന്ന് ഡേ ബിഫോർ യെസ്റ്റർഡേ കൊച്ചിയിൽ ജസ്റ്റ് 1 മണിക്കൂർ പോലും മഴ പെയ്തില്ല, മുഴുവൻ വെള്ളത്തിൽ മുങ്ങി കംപ്ലീറ്റ്. അപ്പൊ എന്തായിട്ട് കാരണം? എക്കോളജിക്കൽ, അതായത് കംപ്ലീറ്റ് സിവറേജ്, കംപ്ലീറ്റ് ബ്ലോക്ക്. അപ്പൊ എന്തായാലും ഇത് റിസൾട്ട് ഓഫ് എന്ത് പറ്റി? ആളുകൾ അരയ്ക്ക് വെള്ളത്തിലായിരുന്നു കംപ്ലീറ്റ്, കടകളിലെല്ലാം വെള്ളം കയറി, ലാക്സ് ഓഫ് റുപ്പീസ് നശിച്ചുപോയി. ഇതിപ്പോ 2 ആഴ്ച 3 ആഴ്ച ഇടയിൽ രണ്ടാമത്തെ സംഭവമാണ് അത്. അപ്പൊ എക്കോളജിക്കൽ സൂയിസൈഡ്, അതേമാതിരി നമ്മുടെ എപ്പിഡമിക്സ്, അതേമാതിരി പല പല അസുഖങ്ങളും നമുക്ക് വരുന്നുണ്ട്. അപ്പൊ അത് നമ്മൾ വളരെ ശ്രദ്ധാപൂർവം ചെയ്തിട്ടില്ലെങ്കിൽ അതാണ് എക്കോളജിക്കൽ സൂയിസൈഡ് പറയുന്നത്. നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവർത്തനം, അറവുശാല, അതിന്ന് പോകുന്ന രക്തം, അതേമാതിരി അത് കംപ്ലീറ്റ് നമ്മുടെ ഇതിലേക്ക് കനാലിലേക്കാണ് വിടുന്നത്. അപ്പൊ ആ കനാലിലത്തെ വെള്ളം റെഡായിട്ട് വരുന്നു ചില സമയത്ത്, അത് ശുദ്ധീകരിക്കുന്നില്ല അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് ചെയ്യുന്നില്ല. അപ്പൊ നമ്മളെ ഇതൊക്കെ വളരെ ശ്രദ്ധാപൂർവം ചെയ്യേണ്ടിയിരിക്കുന്നു. മുനിസിപ്പൽ കോർപ്പറേഷൻ ആയിക്കോട്ടെ, മുനിസിപ്പാലിറ്റി ആയിക്കോട്ടെ, വളരെ വളരെ റിജിഡ് ആയിട്ടുള്ള പോളിസി വേണം. ആരാണ് ഇത് വയലേറ്റ് ചെയ്യണമെന്ന് വെച്ചാൽ അവര് പനിഷ് ചെയ്തേ പറ്റൂ. അതായത് അവിടെ രാഷ്ട്രീയം നോക്കാതെ, അല്ലെങ്കിൽ ഇത് നടന്നുകൊണ്ടേയിരിക്കും. ഓക്കെ, ടുഡേ. പിന്നെ ഒരു കാര്യം ഞാൻ പ്രത്യേകം പറഞ്ഞില്ലേ, അതായത് പെട്ടെന്ന് 1 മണിക്കൂർ തന്നെ ആളുകളെല്ലാം വെള്ളം കുടിച്ചു. കാരണം ഞാൻ പറഞ്ഞില്ലേ, കോഴിക്കോട് നദിയുടെ കോഴിക്കോട് വെള്ളം കടലിൽ നിന്നാണ് പോയി അങ്ങോട്ട്. എന്ത് പറ്റി? എല്ലാവരും സർപ്രൈസായി. നിറഞ്ഞു നടന്ന കടല് പെട്ടെന്ന് അങ്ങോട്ട് കംപ്ലീറ്റ് വെള്ളം വിഡ്രോ ചെയ്തു. നെവർ ഹാപ്പൻഡ് ഇൻ ദ പാസ്റ്റ് ആക്ച്വലി. പ്രകൃതിയുടെ വികൃതി. അപ്പൊ ഇതൊക്കെ സംഭവിക്കും ചില സമയത്ത്, ഒന്നും നമ്മുടെ കയ്യിലല്ല. അതേമാതിരി സുനാമി ആയിക്കോട്ടെ. അപ്പൊ നമുക്ക് എത്രത്തോളം ചില സമയത്ത് പ്രിക്കോഷൻ എടുക്കാൻ പറ്റുമോ, അതേമാതിരി എൻവയോൺമെന്റൽ ആക്ട് പ്രകാരം പല കാര്യങ്ങളും നമുക്ക് പ്രവർത്തിക്കാൻ പറ്റും. ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആയിക്കോട്ടെ, റാപ്പിഡ് ആർമഡ് ഫോഴ്സ് ആയിക്കോട്ടെ, പല കാര്യങ്ങളും, ഫസ്റ്റ് എയ്ഡ് ആയിക്കോട്ടെ, വേറെന്തെങ്കിലും ഫയർ സേഫ്റ്റി മെഷേഴ്സ്, നേവി, ഇതേമാതിരിയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ചില എപ്പോഴും വേണ്ടി വരും ചില സമയത്ത്, മനസ്സിലായില്ലേ? അപ്പോൾ ഇതൊക്കെ നമ്മൾ റെഡി ആയിട്ട്, അല്ലാണ്ട് ഇത് സംഭവിച്ചതിന്റെ ശേഷം നമ്മൾ എവിടെയാണ് നേവി അല്ലെങ്കിൽ എവിടെ ഫയർ എഞ്ചിൻ, ചില സമയത്ത് ഫയർ എഞ്ചിൻ വരും, വെള്ളം ഉണ്ടാവില്ല അതിൽ. ഫയർ എഞ്ചിൻ വരും, പക്ഷേ അതിലടിക്കാൻ വെള്ളം ഉണ്ടാവില്ല. അപ്പൊ എവർ റെഡി, പ്രിക്കോഷൻ, മോഡേൺ ചില എക്യുപ്മെന്റ്സും എല്ലാം വളരെ അത്യാവശ്യമാണ്. നോ, ദിസ് ഇമ്പാക്ട് അറൈസസ് ഫ്രം ഇൻക്രീസിംഗ് ലെവൽ ഓഫ് പൊല്യൂഷൻ, അൺസസ്റ്റൈനബിൾ നേച്ചർ ഓഫ്, പിന്നെ നമ്മളെ അൺസസ്റ്റൈനബിൾ നേച്ചർ ഓഫ് കൺസംഷൻ. അതായത് ഇത് നമ്മളെ എത്ര നമ്മുടെ കൺസംഷൻ അതിഭയങ്കരമാണ് അല്ലേ? അതായത് ആവശ്യമുള്ള, ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ, ആവശ്യമില്ലാത്തതും കൂടി നമുക്ക് ആവശ്യമാണ് അല്ലേ? ആവശ്യമില്ലാത്തതും കൂടി ആവശ്യമാണ്. അതിന് ഉദാഹരണം പറഞ്ഞോളൂ, ഹീറോ ഹോണ്ട ലോകത്തിലെ ഏറ്റവും കൂടുതൽ 2 വീലർ മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനിയാണ് ലോകത്തിൽ. എന്തായിരുന്നു പണ്ട് ഹീറോ ഹോണ്ട അറിയാമോ? സൈക്കിളായിരുന്നു, മൊപ്പഡായിരുന്നു. ഇന്ന് ലോകത്തിൽ തന്നെ അതേ പ്രകാരം മറ്റുള്ള പലതും. അപ്പൊ ഇതൊക്കെ അതേമാതിരി മാരുതി ആയിക്കോട്ടെ, വേറെ എന്തെങ്കിലും ആയിക്കോട്ടെ, ഇതൊക്കെ ഇങ്ങോട്ട് റോഡിലേക്ക് തള്ളുകയല്ലേ കംപ്ലീറ്റ്, എയർ പൊല്യൂഷനും ഒക്കെ കൂടി. അപ്പൊ നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം ചിലത്.
നമ്മളൊക്കെ ഗവൺമെന്റിന് ടാക്സ് കിട്ടും, ഇല്ലെങ്കിൽ GST കിട്ടും, മറ്റേത് കിട്ടും എന്ന് പറഞ്ഞിട്ട് ഇരുന്നുണ്ടെങ്കിൽ ചില സമയത്ത് കൺട്രോൾ ചെയ്തില്ലെങ്കിൽ നമ്മൾ ആകാശം നോക്കേണ്ടി വരും. കാരണം എന്താ വെച്ചാൽ പൊല്യൂഷൻ കൊണ്ട് പല 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 അസുഖങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. മനസ്സിലായില്ലേ? റാപ്പിഡ് ഡിസ്ട്രക്ഷൻ ഓഫ് നാച്ചുറൽ റിസോഴ്സസ് ഓൾസോ. ഡിസ്ട്രാക്ഷൻ, നശിക്കുക പല കാര്യങ്ങളും. ഇത്തരത്തിലുള്ള നമ്മൾ പ്ലാനിങ് ഇല്ലാതെ നാച്ചുറൽ റിസോഴ്സസ് ഉള്ളത് നമ്മുടെ എല്ലാം ചില സമയത്ത് നശിച്ചു പോകും. ഗ്രീൻ ടെക്നോളജി ഇൻവോൾവ്. നിങ്ങളോ എന്താണ് ഗ്രീൻ ടെക്നോളജി? എനർജി എഫിഷ്യൻസി, റീസൈക്ലിംഗ്, സേഫ്റ്റി, health concerns, renewable resources, and much more. Green technology, the green technology repeat involve energy efficiency, recycling, safety, and health concerns, renewable resources, and much more. So the development and deployment of green technology is a viable method for such. അപ്പോൾ നമ്മളെ ഇപ്പം കണ്ടില്ലേ, സോളാർ എനർജി, വിൻഡ് എനർജി, ഇതിനൊക്കെ നമുക്ക് പൊല്യൂഷൻ ഇല്ല, ഇലക്ട്രിസിറ്റി ആവശ്യമില്ല ഇതിനൊന്നും. അപ്പോൾ ഇത് അതുകൊണ്ട് ഒരു വിധത്തിലുള്ള പൊല്യൂഷൻ ഉണ്ടാവില്ലേ. സോ ഗ്രീൻ, അപ്പൊ സോളാർ അതാണ് എനർജി നമ്മൾ വളരെ ആയിട്ട് നിലമറിച്ച് മറ്റുള്ള തെർമൽ ആയിക്കോട്ടെ, കോൾ ആയിക്കോട്ടെ, അതിലൊക്കെ പൊല്യൂഷൻ ഉണ്ട്. സോ ഗ്രീൻ ടെക്നോളജി ഈസ് ഇൻ ദ നേച്ചർ ഓഫ് ബാലൻസിങ് ദ ഫുൾഫിൽമെന്റ് ഓഫ് ഹ്യൂമൻ നീഡ്സ്. അതുകൊണ്ട് ജനങ്ങൾക്ക് ഉപദ്രവമില്ലാത്ത ചിലതാണ് ഗ്രീൻ ടെക്നോളജി. വിത്ത് ദ പ്രൊട്ടക്ഷൻ ഓഫ് എൻവയോൺമെന്റിനെ പ്രൊട്ടക്ട് ചെയ്യണു, നാച്ചുറൽ റിസോഴ്സിനെ അതിന് യാതൊരു കുഴപ്പമില്ല, ഇലക്ട്രിസിറ്റി വേണമെന്ന് യാതൊന്നും വേണ്ട. അപ്പൊ നാച്ചുറൽ റിസോഴ്സിനെ പ്രൊട്ടക്ട് ചെയ്യണു. So that these needs can be met not only in the present, ഫ്യൂച്ചറിലും ഇന്നും നാളെയും ഒരു പ്രശ്നമില്ലാതെ അത് നടന്നുകൊണ്ടേയിരിക്കും. ഒരു പ്രശ്നമില്ലാണ്ട്. നേരെ മറിച്ച് അത് മറ്റുള്ള വിധത്തിലാണെന്ന് വെച്ചാൽ പല വിധത്തിലുള്ള പ്രശ്നങ്ങളുണ്ടാവും. ഇറ്റ് സപ്പോർട്ട് ദി പ്രൊമോഷൻ ഓഫ് എ ഗ്രീൻ എക്കണോമിക് സിസ്റ്റം. സാമ്പത്തികമായിട്ടും വളരെയധികം ഇതാണല്ലോ. സോളാർ എനർജി വളരെ ചീപ്പാണ്, വിൻഡ് എനർജി ചീപ്പാണ്. പക്ഷേ തെർമലിലും മറ്റേതൊക്കെ വരുന്ന സമയത്ത് ഇലക്ട്രിസിറ്റി കൂടുതലാണ് പൈസ. സോ ഗ്രീൻ ടെക്നോളജി ക്യാൻ റെഡ്യൂസ് carbon intensity, carbon footprint, promote energy and resources efficiency, and avoid serious environmental degradation. അപ്പോൾ എൻവയോൺമെന്റിന്റെ ഡീഗ്രേഡേഷനും തടയാൻ പറ്റും. ദിസ് ഇംപ്രൂവ് എൻവയോൺമെന്റൽ ക്വാളിറ്റി, ഹ്യൂമൻ വെൽഫെയർ. അതുകൊണ്ട് എന്താ പറ്റുന്നത്? എൻവയോൺമെന്റ് നമുക്ക് ഫ്രീ ആയിരിക്കും, പൊല്യൂഷൻ ഉണ്ടാകില്ല. നിങ്ങൾക്കറിയാലോ, കൊച്ചിയില് നമ്മുടെ എയർപോർട്ട്, കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട് സോളാർ എനർജിയിൽ ഫംഗ്ഷൻ ചെയ്യണം. ദാറ്റ് ഈസ് ദ ഓൺലി എയർപോർട്ട് ഇൻ ദ വേൾഡ് വിച്ച് ഈസ് ഫംഗ്ഷനിങ് ത്രൂ ദിസ് സോളാർ എനർജി. ഒരു വിധത്തിലുള്ള പൊല്യൂഷനും ഇല്ല. സോളാർ എനർജിയിൽ ഫംഗ്ഷൻ ചെയ്യുന്ന ഏക എയർപോർട്ട് കൊച്ചിയിലാണ്, കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ട്. അപ്പോൾ അതില് നമ്മുടെ എൻവയോൺമെന്റിലെ യാതൊരു പ്രശ്നവും ക്വാളിറ്റിയോ ആവുകയും, അപ്പൊ ഹ്യൂമൻ വെൽഫെയർ വിത്ത് റിസൾട്ട് ഓഫ് വിച്ച് നമുക്ക് യാതൊരു പ്രശ്നമില്ല. സോഷ്യൽ ഇക്വിറ്റി, അത് മാത്രം അവര് എന്നിട്ട് സപ്ലൈ ചെയ്യുന്നു. എക്സസ് അവരുടെ ഇതിലുള്ളത് മറ്റുള്ള KSEBക്കും മറ്റുള്ളവർക്കൊക്കെ സപ്ലൈ ചെയ്യുന്നു. അത് മാത്രമല്ല അവർ പലരെ ഇതേമാതിരിയുള്ള പല മറ്റുള്ളവരും ഇതേമാതിരി നടത്താൻ വേണ്ടിയിട്ട് അവർ സഹായിക്കുന്നു, ടെക്നോളജി കൊടുക്കുന്നുണ്ട്. വൈൽ റിഡ്യൂസിങ് ദ റിസ്ക് ഓഫ് റിസോഴ്സ് സ്കേർസിറ്റി. ഓക്കെ, meaning of green and converging technology. Human activities continue to drive an increase in demand for natural resources. അല്ലേ, നമുക്ക് വളരെ ഡിമാൻഡ് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ആസ് മാനിഫെസ്റ്റഡ് ഇൻ ദ ടെക്നോളജി ചോയ്സ്. അതുമാതിരി ടെക്നോളജി ചോയ്സിലും നമുക്ക് പലവിധ അത് വേണം ഇത് വേണം അല്ലേ. നമുക്ക് ഇപ്പൊ ഒരു മൊബൈൽ നോക്കൂ, അല്ല എനിക്ക് ഈ മൊബൈൽ വേണ്ടത്, അല്ലെങ്കിൽ ഇത്ര G ആണ് വേണ്ടത്, അല്ലെങ്കിൽ MyG ആണ് വേണ്ടത്, അല്ലെങ്കിൽ നമ്മുടെ അംബാനിയുടെ ഇതാണോ വേണ്ടത്. ഓരോരോ ചോയ്സ് അല്ലേ ഇതൊക്കെ. നേച്ചർ ഓഫ് കൺസം. കാറും അതേമാതിരി അല്ലേ, എനിക്ക് ഇന്ന ടെക്നോളജിയിലുള്ള കാർ വേണം, മറ്റേ ടെക്നോളജിയിലുള്ള കാർ വേണം. അപ്പൊ നമുക്ക് വി ഹാവ് ഗോട്ട് എ ചോയ്സ്. സോ നേച്ചർ ഓഫ് കൺസംഷൻ ആൻഡ് ദ പാറ്റേൺസ് ഓഫ് പ്രൊഡക്ഷൻ, അതേനുസരിച്ച് പ്രൊഡക്ഷൻ നടക്കുന്നു. നമ്മുടെ ആവശ്യത്തിനനുസരിച്ചിട്ടാണ് നമുക്ക് പ്രൊഡക്ഷൻ, ഓരോരോ കാര്യങ്ങൾ. കാരണം ഓർമ്മിക്കണം, ചില സമയത്ത് ഉദാഹരണം പറയണം പ്രൊഡക്ഷന്റെ, ഞാൻ ബാക്കിയൊക്കെ നിങ്ങൾ വായിക്കുക മനസ്സിലാക്കുക. ഞാൻ പറയുന്നത് പ്രൊഡക്ഷൻ നോക്കുള്ളൂ. പാറ്റേൺസ് ഓഫ് പ്രൊഡക്ഷൻ ജനങ്ങളുടെ ആവശ്യപ്രകാരമായിരിക്കണം. ഒരു സമയത്ത് നമ്മുടെ നാനോ കാറ് ടാറ്റ റോഡുകളിൽ ഇറങ്ങിയപ്പോ നമ്മുടെ ബോംബെയിലെ ന്യൂ ബോംബെയിലെ പൂന എക്സ്പ്രസ് ഹൈവേ, അതിലെ ഇത്ര കിലോമീറ്റർ പെർ അവറിൽ സ്പീഡിൽ പോകണം അവിടെ വണ്ടികൾ, അല്ലെങ്കിൽ പിന്നെ അപ്പുറത്ത് വന്ന് കൂട്ടിയിടിക്കും. അത്ര ആ വണ്ടികള് ചിലപ്പോൾ ഓടുന്ന സമയത്ത് ഈ നാനോ കാറ് തീ പിടിക്കാൻ തുടങ്ങി. അപ്പോൾ ആർക്കും അറിയില്ല എന്താ സംഭവം. ഒരു വണ്ടി തീ പിടിച്ചു,
എഞ്ചിൻ തീ പിടിച്ചു, പിന്നെ ഒരു വണ്ടി തീ പിടിച്ചു. അപ്പോൾ ഈ മാനുഫാക്ചറേഴ്സിന് ടാറ്റയ്ക്ക് നമ്മുടെ JRD ടാറ്റ സോറി രത്തൻ ടാറ്റയ്ക്ക് കൺഫ്യൂഷൻ. അന്ന് രത്തൻ ടാറ്റയാണ് കൺഫ്യൂഷനായി. ഉടനടി ഇത് പെട്ടെന്ന് എല്ലാ വർക്ക്ഷോപ്പിലേക്ക് എവിടെല്ലാം വിറ്റുണ്ടോ അതെല്ലാം വർക്ക്ഷോപ്പിലേക്ക് തിരിച്ചു വിളിക്കാൻ പറ്റും. അതായത് ഇതിന്റെ ഫ്രീ ഞങ്ങൾ ഇതെല്ലാം സർവീസ് ചെയ്ത് തരാം എന്നുള്ളത്. എന്താണ് സംഭവം അറിയുക? അതായത് ഇത്തരത്തിൽ സ്പീഡിൽ പോകുമ്പോൾ ടയർ അതനുസരിച്ച് അനുയോജ്യമായ ടയർ വേണം. ഇല്ലെങ്കിൽ സ്പീഡിൽ പോണ സമയത്ത് റോഡിൽ ഒരശി തീ ഉണ്ടാവും, സ്പാർക്ക്. അപ്പൊ ടയറും അതനുസരിച്ചിട്ട് വേണം. അപ്പൊ അങ്ങനെ അവർ വിറ്റ കാറെല്ലാം വർക്ക്ഷോപ്പിൽ പോയിട്ട് അവർ രണ്ടാമത് സർവീസ് ചെയ്തിട്ട് തിരിച്ചു കൊടുത്തു. ഇപ്പൊ ദാറ്റ് വാസ് ദ നീഡ് ഓഫ് ദി കസ്റ്റമർ. അപ്പൊ കസ്റ്റമറിന്റെ അതനുസരിച്ചിട്ടാണ് പ്രൊഡക്ഷൻ. പിന്നെ അപ്പൊ അതേ പ്രകാരം പലതും മാരുതിരി ഇതേമാതിരി 800 വന്നപ്പോൾ ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു. ആ പ്രശ്നം ഞാൻ പറയുന്നില്ല, കാരണം എന്താ വെച്ചാൽ ഹൈറ്റ് ഇല്ല. അത് ചില സമയത്ത് പഞ്ചാബിലൊക്കെ ആയ സമയത്ത് നമുക്ക് ടർബിനൊക്കെ ടച്ച് ചെയ്യും. ഇപ്പൊ ഞാൻ തന്നെ ഇരിക്കുന്ന സമയത്ത് മാരുതിയിൽ ഡ്രൈവിങ്ങിനും ടച്ച് ചെയ്യും. പക്ഷെ ആ സമയത്ത് ആദ്യം ഹൈറ്റ് ഉണ്ടായിരുന്നില്ല, പിന്നീടാണ് ആൾട്ടോ ഇതൊക്കെ മാറി വന്നത്. അപ്പൊ ആ ജനങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചിട്ടായിരിക്കും ഓരോരോ സംഗതികൾ. സോ ടെക്നോളജി ലാർജ്ലി ബിക്കംസ് വൺ ഓഫ് ദ കീ. അപ്പോൾ ഓരോ ടെക്നോളജി കൂടുന്നു. നമുക്കറിയാലോ ഓരോരോ ടെക്നോളജിയിലാണ് ഓരോ പ്രൊഡക്ട്സ്. പ്രൊഡക്ടിവിറ്റി അലവിങ് ഇറ്റ് ടു എക്സ്ട്രാക്ട് മോർ വാല്യൂ ദെൻ അവൈലബിൾ റിസോഴ്സസ് ഇൻക്ലൂഡിങ് ലേബർ, ക്യാപിറ്റൽ ആൻഡ് നാച്ചുറൽ റിസോഴ്സസ്. അതെല്ലാം ടെക്നോളജി ഈസ് ദ റിസൾട്ട് ഓഫ് ഇന്നോവേഷൻ. ടെക്നോളജി പറഞ്ഞാൽ നമ്മുടെ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റിൽ കൂടെ അല്ലേ ടെക്നോളജി ഉണ്ടാക്കുന്നത്. നോക്കൂ ISRO നോക്കൂ, ഇന്ത്യൻ സ്പേസ് റിസർച്ചിലൂടെ അല്ലേ ഓരോരോ ഇന്നോവേഷൻ. നമ്മൾ തന്നെ സെൽഫായിട്ടല്ലേ പലതും ഉണ്ടാക്കണേ. അതേമാതിരി ഇന്നിപ്പോ കണ്ടു നമ്മുടെ അബ്ദുൽ കലാം അവിടുന്ന് നമ്മുടെ DRDOന്റെ പല പുതിയ മിസൈൽ മറ്റേതൊക്കെ വിടുന്നത്. അതൊക്കെ ത്രൂ റിസർച്ചാണ് ഇതെല്ലാം ചെയ്യുന്നത്. വളരെയധികം കഷ്ടപ്പെട്ട് വളരെയധികം ചെയ്തിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത്. എത്രയോ ആളുടെ എഫേർട്സ് ആണ് ഇതെല്ലാം. അപ്പോൾ പിന്നൊരു കാര്യം, റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റിൽ നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് വളരെ കമ്മിയാണ്. അതും കൂടി ഓർക്കണം കേട്ടോ, ആസ് കമ്പയർഡ് ടു ദ വേൾഡ്. സോ ബിക്കോസ് ഓഫ് നമ്മുടെ പൈസ സാമ്പത്തികമായിട്ടുള്ളത്. പക്ഷേ വി ഹാവ് ടു, എല്ലാ കമ്പനികളും R&Dയിൽ ഫണ്ട് കമ്മിയായിട്ടാണ്. നമ്മുടെ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിലായിക്കോട്ടെ വേറെ എന്തെങ്കിലും ഇൻസ്റ്റിറ്റ്യൂഷൻ ആകട്ടെ, R&D ഫണ്ട് വെറും 5% ഒക്കെയാണ്. വേറെ അമേരിക്കയിലോ ജപ്പാനിലോ ചൈനയിലോ അത് ചിലപ്പോൾ 20 ആയിരിക്കും, 25% ആയിരിക്കും, അല്ലെങ്കിൽ 10-15% ആയിരിക്കും. നമ്മൾ 2%. അതും കൂടി ഓർക്കണം കേട്ടോ. അപ്പൊ നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് ഇൻ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് അത് കുറച്ച് ഇമ്പ്രൂവ് ചെയ്തേ പറ്റൂ. നിങ്ങൾ ആലോചിച്ചു ഓരോരോ യൂണിവേഴ്സിറ്റിയിലും അല്ലെങ്കിൽ ഗവൺമെന്റ് ഇപ്പൊ ബഡ്ജറ്റ് ഉണ്ടാക്കുമ്പോൾ എത്ര ടെക്നോളജി അപ്ഗ്രേഡേഷനിന് വേണ്ടി എത്ര പൈസ ഇയർ മാർക്ക് ചെയ്യുന്നുണ്ടോ നോക്കൂ. പക്ഷെ ഇയർ മാർക്ക് ചെയ്ത പോലെ അത് ഉണ്ടാക്കുന്നുണ്ടോന്നും കൂടി നോക്കണ്ടേ. സോ ടെക്നോളജി അലൗ പീപ്പിൾ ടു ബിക്കം മോർ എഫിഷ്യന്റ് അല്ലേ. ടെക്നോളജി അതുകൊണ്ട് നമുക്ക് വളരെ എഫിഷ്യന്റ് ആവുന്നുണ്ടോ. നമ്മുടെ ഓൺലൈനാണ് കംപ്ലീറ്റ് വളരെയധികം എഫിഷ്യന്റ് ആൻഡ് ടു ഡു തിങ്സ് more intelligently that were possible before. Technology refers to collection of technique അല്ലേ. ടെക്നോളജി പല ടെക്നിക്സ് ആണ്, സ്കില്ലാണ്. എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നത്. അനലോഗ് ടെക്നോളജി, ഡിജിറ്റൽ ടെക്നോളജി, ഇത് സ്കില്ലുള്ളവർക്കല്ലേ ചെയ്യാൻ പറ്റൂ. അപ്പൊ സ്കില്ല് ഡെവലപ്മെന്റ് വേണ്ടേ, പഠിക്കണ്ടേ. മെത്തേഡ്, ടൂൾസ്, റോ മെറ്റീരിയൽ, ഇതിനൊക്കെ ഓരോ കാര്യങ്ങൾ വേണം. യൂത്ത് ഇൻ ദ പ്രൊഡക്ഷൻ, ഇതെല്ലാം ഉണ്ടാക്കാൻ ഓരോ കാര്യങ്ങൾ ഓരോ സ്ഥലത്ത് നിന്ന് നമ്മൾ ഇമ്പോർട്ട് ചെയ്തതായിരിക്കും, ചിലപ്പോൾ ഇവിടെ തന്നെ ആയിരിക്കും. ടെക്നോളജി ക്യാൻ ആൾസോ ബി, ഇതിൻ്റെയൊക്കെ ചിപ്പ് ഉണ്ടായിരിക്കും, ചിലത് ഇമ്പോർട്ടഡ് ആയിരിക്കും. Embedded in machines, computers, devices and factories. Technology can be the knowledge how to combine resources to produce desired product, solve problem, fulfill need. അപ്പോൾ ടെക്നോളജിയിൽ നമ്മുടെ പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റും, പല കാര്യങ്ങൾ നമ്മുടെ പ്രൊഡക്ഷൻ കൂട്ടാൻ പറ്റും, നമ്മൾക്ക് ചെയ്യുന്ന ജോലി നമുക്ക് തൃപ്തി തരും. പണ്ട് നമുക്ക് ടൈപ്പ് റൈറ്റർ, പിന്നെ അത് കഴിഞ്ഞ് ടൈപ്പ് റൈറ്റർ, അത് കഴിഞ്ഞിട്ട് ഇലക്ട്രോണിക് ടൈപ്പ് റൈറ്റർ, പിന്നെ കമ്പ്യൂട്ടർ, പിന്നെ ലാപ്ടോപ്പ്, അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പല അപ്ഗ്രേഡേഷൻ. ഇപ്പൊ നമ്മുടെ ഓരോരോ നീഡ് നമുക്ക് പെട്ടെന്ന് നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുന്നു. ഓക്കെ, നെക്സ്റ്റ് ഗ്രീൻ ടെക്നോളജീസ് പറഞ്ഞു. കൺവെർജിംഗ് ടെക്നോളജീസ്, ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് കാറ്റഗറീസ് ഓഫ് ഗ്രീൻ ടെക്നോളജീസ്. ഹൈ എഫിഷ്യൻസി എനർജി, ഒരു മിനിറ്റ്, ഓക്കെ. ഹൈ എഫിഷ്യൻസി എനർജി ആൻഡ് റിസോഴ്സ് യൂസ്, ലോ കോസ്റ്റ്, നോൺ ജനറേഷൻ of secondary pollutant, use of renewable energy and or material beneficial in human health and ecosystem. അപ്പൊ നമ്മള് ഇത്തരത്തിലുള്ള ഓരോരോ കാര്യം, സെക്കൻഡറി പൊല്യൂട്ടൻസ് ഓരോരോ ഇതുണ്ടല്ലോ, പിന്നെ
ടെക്നോളജിയും അതേമാതിരി ഗ്രീൻ ടെക്നോളജിയും ഇതെല്ലാം നമ്മുടെ ഹ്യൂമൻ ഹെൽത്തിനെയും എക്കോസിസ്റ്റത്തിനെയും ഒക്കെ ബാധിക്കുന്നതാണ് ഓരോ കാര്യങ്ങൾ. ഓക്കെ, നോ കാറ്റഗറീസ് ഓഫ് ഗ്രീൻ ടെക്നോളജീസ്: മോണിറ്ററിംഗ് ആൻഡ് അസസ്മെന്റ് ഓഫ് ടെക്നോളജീസ്, പ്രിവെൻഷൻ ടെക്നോളജീസ്, കൺട്രോൾ ടെക്നോളജീസ്, remediation and restoration of technologies. Now, ഇവിടെ പറയാനുള്ളത് മോണിറ്ററിംഗ് ആൻഡ് അസസ്മെന്റ് ഓഫ് ടെക്നോളജീസ്. ജസ്റ്റ് വെയിറ്റ് ചെയ്യൂ ഒരു മിനിറ്റ്. ഓക്കെ, റോൾ. ഓക്കെ, അതിനു മുമ്പേ മോണിറ്ററിംഗ് ഒന്ന് ഞാൻ പറയട്ടെ. ക്യാരക്ടറിസ്റ്റിക്സ് അല്ലേ? ഓക്കെ, യെസ് യെസ്, റോൾ ഓഫ്. ഓക്കെ, മോണിറ്ററിംഗ്. ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഹൈ എഫിഷ്യൻസി മോണിറ്ററിംഗ്. ഗ്രീൻ ടെക്നോളജി ജനറലി ഹാവ് ദ ഫോളോയിങ് 5 characteristics. ഓക്കെ, ഇതില് ഒന്ന് ഹൈ എഫിഷ്യൻസി എനർജി ആൻഡ് റിസോഴ്സ് യൂസ്. അപ്പൊ നമുക്ക് ഈ ഗ്രീൻ ടെക്നോളജിയിൽ നമുക്ക് എന്താ ഗുണം എന്ന് വെച്ചാൽ വളരെ നല്ല എഫിഷ്യൻസി ഉണ്ടായിരിക്കും. മാത്രമല്ല റിസോഴ്സ് യൂസ് അതും വളരെ നല്ലതായിരിക്കും. പിന്നെ ലോ കോസ്റ്റ് ആയിരിക്കും, പൈസ കമ്മിയായിരിക്കും. നോൺ ജനറേഷൻ ഓഫ് സെക്കൻഡറി പൊല്യൂട്ടൻസ്. എന്താ സെക്കൻഡറി പൊല്യൂട്ടൻസ്? അതായത് സെക്കൻഡറി പൊല്യൂട്ടൻസ് ആർ pollutants that form of the atmosphere which are very harmful to humans. Secondary pollutants are not emitted directly from sources like vehicles or power plants, but when primary pollution react in the atmosphere. Today, secondary pollutants are much concerned as they can be formed from many different compounds. എന്തായാലേ ഇതാണത്. പിന്നെ അടുത്തത് യൂസ് ഓഫ് റിന്യൂവബിൾ എനർജി. നമുക്കറിയാം സോളാർ എനർജി, വിൻഡ് എനർജി, ഇതൊക്കെ പിന്നെ ബെനിഫിഷ്യൽ ടു ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് എക്കോസിസ്റ്റം. ഇതെല്ലാം നമ്മുടെ എക്കോസിസ്റ്റത്തിന് ഇതെല്ലാം വളരെ ബെനിഫിഷ്യൽ ആയിരിക്കും. പിന്നെ കാറ്റഗറീസ് ഓഫ് ഗ്രീൻ ടെക്നോളജീസ്: മോണിറ്ററിംഗ് ആൻഡ് അസസ്മെന്റ്. മോണിറ്ററിംഗ് ആൻഡ് അസസ്മെന്റ്. അപ്പൊ ഈ ഗ്രീൻ ഇതൊക്കെ മോണിറ്റർ ചെയ്യണം, ഓരോന്ന് അസസ് ചെയ്യണം ടെക്നോളജി. ഈ ടെക്നോളജി ഒക്കെ ശരിയാണോ, ഒബ്സൊലീറ്റ് ടെക്നോളജിയാണോ, ഇത് നമ്മളെ എന്താ പറയേണ്ടത്, ഏത് ടെക്നോളജി ഉപയോഗിക്കുന്നത്, ഇതൊക്കെ പ്രോപ്പർ ആണോ എന്നും കൂടി നോക്കണം, മോണിറ്റർ ചെയ്യണം. പിന്നെ പ്രിവെൻഷൻ ടെക്നോളജി അതായത് നോക്കൂ, പ്രിവെൻഷൻ ടെക്നോളജി ആർ അപ്ലൈഡ് ടു മിനിമൈസ് ദി പ്രൊഡക്ഷൻ ഓഫ് എൻവയോൺമെന്റ് ഹസാർഡ്സ് സബ്സ്റ്റൻസ് ഓർ, അതായത് പ്രിവെന്റ് ചെയ്യുക, പല വിധത്തിലുള്ള പൊല്യൂഷൻസും മറ്റൊക്കെ പ്രിവെന്റ് ചെയ്യുക. ഹസാർഡസ്, അപകടകരമായിട്ടുള്ള ബുദ്ധിമുട്ടുള്ള ഓരോ കാര്യങ്ങളൊക്കെ നമ്മൾ പ്രിവെന്റ് ചെയ്യുന്നതാണ് ഇത്. പിന്നെ അടുത്തത് കൺട്രോൾ ടെക്നോളജി renders hazardous substance harmless, okay, before they enter into the environment. But control technology എന്ന് വെച്ചാൽ, in other words, these technologies act on substance released into the environment, rendering them harmless at source over the years. Okay, now these types of green technology could be used in large industrial plant, വ്യവസായ സ്ഥാപനങ്ങളിൽ, to avoid mixing of hazardous substances. ഓരോന്ന് നമ്മളെ കൂട്ടിക്കലർത്തിയിട്ടുള്ള അപകടകരമായിട്ടുള്ള ചിലതുണ്ടല്ലോ, അത് എയർ പൊല്യൂഷനും വാട്ടർ പൊല്യൂഷനും ലാൻഡ് പൊല്യൂഷനും ഒക്കെ സംഭവിക്കുന്നത്. പിന്നെ remedification of restoration technologies. Remedification and restoration of technology aim at improving the environment
ठीक है सर. अभी से जहां रुका. So role of green technologies in health and sanitation. Okay. So economic, in fact, the economic benefit, that improved access to water and sanitation. ഇത് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ്. നോട്ട് ഓൺലി ഇൻക്ലൂഡ് ദ റിഡക്ഷൻ ഓഫ് ഹെൽത്ത് കോസ്റ്റ്, ആരോഗ്യ സംരക്ഷണം, അതിൻ്റെ സാമ്പത്തിക, അതായത് പൈസ ഇല്ല, ഇപ്പോൾ കൂടുതൽ കോസ്റ്റ്ലി ആണെന്ന് നമുക്ക് ഇപ്പോൾ അറിയാലോ. ഇപ്പോൾ നമ്മുടെ ക്യാൻസർ ആയിക്കോട്ടെ, വേറെ ഏതെങ്കിലും ഹാർട്ട് സർജറി, വളരെയധികം കോസ്റ്റ്. അതുകൊണ്ടാണ് പ്രൈം മിനിസ്റ്ററുടെ പല സ്കീമുണ്ട്, നമ്മുടെ ഹെൽത്ത് ഇൻഷുറൻസ് പലതുണ്ടല്ലോ, പല കാര്യങ്ങളുണ്ട്. അപ്പോൾ അതെല്ലാം നമ്മൾ അവെയിൽ ചെയ്യുന്നതാണ് നമ്മുടെ. അതല്ലെങ്കിൽ നമുക്ക് എക്സ്പെൻഡിച്ചർ, കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ 20 ലക്ഷം 25 ലക്ഷമൊക്കെയാണ് ചില സമയത്ത്, ലിവർ ഇതിൻ്റെയൊക്കെ ചിലപ്പോൾ 5 ലക്ഷത്തിനുണ്ട്. അപ്പോൾ വി കനോട്ട് അഫോർഡ് ദിസ് ടൈപ്പ് ഓഫ് തിങ്. സോ ഗവൺമെന്റ് ഹാസ് ഗോട്ട് വളരെയധികം നല്ല പോളിസീസ് ഉണ്ട്. അപ്പോൾ അതെല്ലാം നമ്മൾ അവെയിൽ ചെയ്യുക, ഗവൺമെന്റിന്റെ ഓരോരുത്. പിന്നെ മരണം സംഭവിച്ചാൽ ആ കുടുംബത്തിന് അതും PM, ഞാൻ നാളെ പറഞ്ഞല്ലോ, പ്രൈം മിനിസ്റ്ററുടെ കുറേ പ്രോഗ്രാം ഉണ്ട്. ഇതിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താ അറിയോ, പല പ്രോഗ്രാമിനും ജനങ്ങൾക്ക് അറിയില്ല, അതാണ് രസം. അവയർനെസ് വളരെ കമ്മിയാണ്. ഇപ്പം ഞാൻ തന്നെ അന്ന് എത്ര 14-15 പ്രോഗ്രാം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം നമ്മുടെ ജനങ്ങളുടെ വെൽഫെയറിന് വേണ്ടിയിട്ടാണ്. അപ്പം അത് നമ്മൾ അറിഞ്ഞിരിക്കണം. കർഷകരായിക്കോട്ടെ, അതുമാതിരി സീനിയർ സിറ്റിസൺ ആയിക്കോട്ടെ, വിധവകളായിക്കോട്ടെ, ആരായിക്കോട്ടെ, പല പല പ്രോഗ്രാംസും ഗവൺമെന്റ് ഓഫ് ഇന്ത്യ, അതുമാതിരി സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ഉണ്ട്, പെൻഷൻ മറ്റേതൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ എവിടെ എങ്ങനെ ഉപയോഗിക്കണമെന്ന് അറിയുക. സോ 32% ലോകത്തിന്റെ പോപ്പുലേഷനിലെ 2.4 ബില്യൺ പീപ്പിൾ സാനിറ്റേഷൻ ഫെസിലിറ്റീസ് ഇല്ല. 32% ലോകത്തിലെ പോപ്പുലേഷനിലെ 2.4 ബില്യന് ആളുകൾക്ക് സാനിറ്റേഷൻ ഫെസിലിറ്റീസ് ഇല്ല. 666 മില്യൺ പീപ്പിളിന് ഇന്നും വെള്ളം, ഡ്രിങ്കിങ് വാട്ടർ ഇല്ല. 600. സോ ഗ്രീൻ ടെക്നോളജീസ് ആൻഡ് ഫുഡ് സെക്യൂരിറ്റി. ഇവിടെ ഫുഡ്, അതായത് മിനിമൈസിങ് ഫുഡ് ലോസസ്, ഭക്ഷണം, അതേമാതിരി മിനിമൈസിങ് ഫുഡ് ലോസസ് ആൻഡ് റൂയിങ് പ്രൊഡക്ഷൻ, സ്റ്റോറേജ് ആൻഡ് ട്രാൻസ്പോർട്ട്, വേസ്റ്റേജ് ഓഫ് ഫുഡ്. ഇതൊക്കെ വളരെ, കാരണം ഭക്ഷണം കിട്ടാതെ തന്നെ എത്രയോ ആളുകൾ മരിക്കുന്നുണ്ട്. അപ്പോൾ സ്റ്റോറേജ് ആൻഡ് ട്രാൻസ്പോർട്ട് ആൻഡ് വേസ്റ്റേജ് ഓഫ് ഫുഡ്, these are lack of easy access to market, adequate storage,
ഇതെല്ലാം നമ്മുടെ ഗ്രീൻ ടെക്നോളജീസ് ആർ എക്സ്റ്റെൻസീവ്ലി ബീങ് യൂസ്ഡ്. ഇൻഓർഗാനിക് പറഞ്ഞ എന്താണ്, നമ്മുടെ ഇൻഓർഗാനിക് പറഞ്ഞാൽ നമ്മുടെ കെമിക്കലും ഇതൊക്കെ ഉപയോഗിക്കുന്നത്. ഇന്റഗ്രേറ്റഡ് പെസ്റ്റ് മാനേജ്മെന്റ്, സസ്റ്റൈനബിൾ ലൈവ് സ്റ്റോക്ക് ഫാമിംഗ്, നമ്മുടെ കന്നുകാലികളും മറ്റേതൊക്കെ ഉണ്ടല്ലോ, ഫിഷറീസ് ആൻഡ് അക്വാകൾച്ചർ, വെള്ളത്തിലുണ്ടാവുന്ന മീന്, ഇതൊക്കെ. സോ ഗ്രീൻ ടെക്നോളജി ആർ കറന്റ്ലി അപ്ലൈഡ് ടു കമ്പാറ്റ് അബിയോട്ടിക് സ്ട്രെസ്സസ്, റേസ് ക്രോപ്പ് ആൻഡ് ലൈവ് സ്റ്റോക്ക്. കർഷകരുടെ പ്രൊഡക്ടിവിറ്റി, ഇംപ്രൂവ് സോയിൽ ഫെർട്ടിലിറ്റി, മണ്ണ് അത് നമ്മളെ കൃഷി ചെയ്യാൻ കൃഷിയോഗ്യമായിരിക്കണം. ആൻഡ് മേക്ക് വാട്ടർ അവൈലബിൾ, വെള്ളമുണ്ട്. സോ they can potentially increase the agriculture productivity. അവ ഇന്നലെ ഞാൻ പറഞ്ഞില്ല, അതായത് നമ്മളെ ഫെർട്ടിലിറ്റി ഇല്ല എന്നുണ്ടെങ്കിൽ ചില സമയത്ത് അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ സാധ്യമല്ല. സോ അപ്ലിക്കേഷൻസ് ഓഫ് ഗ്രീൻ ടെക്നോളജീസ് ഇൻ സ്റ്റോറേജ്, റെഫ്രിജറേഷൻ, ട്രാൻസ്പോർട്ട്, അഗ്രോ പ്രോസസിംഗ്, ഇന്നോവേഷൻ കണ്ടുപിടുത്തം can address social problem related to food accessibility. അതായത് നമ്മുടെ പണ്ട് നമ്മുടെ ദാരിദ്ര്യം കൂടുതലുണ്ടായിരുന്നു. നമ്മുടെ സ്വാതന്ത്ര്യം കിട്ടിയതിന്റെ ശേഷം ഫുഡ് അവൈലബിലിറ്റി വളരെ ഇതാണ്, വളരെ പോവർട്ടി ഇറാഡിക്കേഷൻ വളരെ ഇതായിരുന്നു. ഇപ്പോൾ ഇന്ദിരാഗാന്ധിയൊക്കെ പ്രധാനമന്ത്രി ആയിരിക്കുന്ന സമയത്ത് ഒരു ഇത് ആയിരുന്നു ഗരീബി ഹട്ടോ, ഫുഡ്, അതായത് നമ്മുടെ പോവർട്ടി ഇറാഡിക്കേഷൻ. ഇപ്പോൾ കുറേ നമ്മുടെ അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ ഇതെല്ലാം കൂടുതൽ ആയിട്ടുണ്ട്. ഇപ്പോൾ വളരെയധികം കുറേ നമ്മളെ ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട് ഇന്ത്യ. സോ സയൻസ് ടു പ്രൊഡ്യൂസ് ഹൈ ന്യൂട്രീഷ്യസ് ഫുഡാണ് നമ്മൾ കൊടുക്കേണ്ടത്. ഇംപ്രൂവിങ് ഫുഡ് യൂട്ടിലൈസേഷൻ ആൻഡ് യൂസ് കെമിക്കൽ ഫെർട്ടിലൈസർ, ശ്രദ്ധാപൂർവ്വം നോക്കിയുള്ളൂ. ആൻഡ് ഓവർ യൂസ് ഓഫ് വാട്ടർ. വേണ്ടാത്ത സമയത്ത് വെള്ളം ഇങ്ങനെ അടിച്ച് കയറ്റുന്നില്ലേ, വെള്ളം വളരെ പ്രഷ്യസ് ആണ്. അപ്പൊ ഡാമേജ് ആൻഡ് റെപ്രസെന്റ് ആൻഡ് എക്കണോമിക് വേസ്റ്റ് പാടില്ല. ന്യൂ ഗ്രീൻ ടെക്നോളജി വിച്ച് ആർ യൂസ്, പുതിയ ടെക്നോളജിയിൽ കമ്പോസ്റ്റിംഗ്, നമ്മുടെ വളം, പശു, എരുമ, ഇതിൻ്റെയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെയാണ്. അപ്പൊ ഒരു കെമിക്കൽ ഇല്ല. അപ്പൊ ഹ്യൂമനിറ്റി അൺപ്രസിഡന്റഡ് ഡിമാൻഡ് ഫോർ നാച്ചുറൽ റിസോഴ്സസ് ഹാസ് റാപ്പിഡ്ലി ഇൻക്രീസ്ഡ് ഇൻ ദ ലാസ്റ്റ് ഫ്യൂ ഡിക്കേഡ്സ് ആൻഡ് ഹാസ് ലെഡ് ടു ഡിറ്ററേഷൻ ഓഫ് ദ എൻവയറൺമെന്റ്. ടുഡേ എൻവയറൺമെന്റ് ഈസ് റേസിംഗ് ടു എ ടിപ്പിംഗ് പോയിന്റ് അറ്റ് പെർമനന്റ് ആൻഡ് ഡാമേജ്. നമ്മുടെ ഭൂമിക്ക് വളരെയധികം ഹാനികരമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ഭൂമി കടലെടുക്കുന്നു, ഭൂമി നമ്മൾ നാശാക്കുന്നു, പ്ലാസ്റ്റിക്കും ഇതൊക്കെ, സോയിൽ ഇറോഷൻ, സോയിൽ അതേമാതിരി ലാൻഡ് പൊല്യൂഷൻ, ഇതൊക്കെ നമ്മളെ വളരെയധികം നമ്മളെ ഹ്യൂമൻ നമ്മുടേതായ തെറ്റുകൾ. ദിസ് ഇമ്പാക്ട് അറൈസസ് ഫ്രം ഇൻക്രീസിങ് ലെവൽ ഓഫ് പൊല്യൂഷൻ. നദികളെ നമ്മൾ റീഡയറക്ട് ചെയ്യുന്നു, കിഴക്കോട്ടൊഴുകുന്നു, വടക്കോട്ടാക്കുന്നു, ഇതൊക്കെ മണ്ണെടുക്കുന്നു, മണലെടുക്കുന്നു, മാഫിയാസ്, മനസ്സിലായില്ലേ? അപ്പൊ ഇതൊക്കെ പ്രകൃതിക്ക് എതിരാണ് ഇതെല്ലാം കംപ്ലീറ്റ്. സോ അൺസസ്റ്റൈനബിൾ നേച്ചർ ഓഫ് കൺസംഷൻ, ആവശ്യമില്ലാത്ത കൺസംഷൻ, നമ്മുടെ ഓവർ എന്തൂസിയാസം, അംബിഷൻ, റാപ്പിഡ് ഡിസ്ട്രക്ഷൻ, കണ്ടവാനം നമ്മള് സ്ഥലങ്ങളെല്ലാം ഡിസ്ട്രക്ട് ചെയ്യാതെ മാതിരി കോറീസ് മറ്റേ ഇതേമാതിരി നാച്ചുറൽ റിസോഴ്സ് നമ്മൾ ഇല്ലാതാക്കുക. ഗ്രീൻ ടെക്നോളജി ഹാവ് എമർജ് ആസ് വൺ ഓഫ് ദ സിഗ്നിഫിക്കന്റ് മീൻസ് ഓഫ് അച്ചീവിംഗ് സസ്റ്റൈനബിലിറ്റി. അപ്പൊ ഇതിനെ പറ്റി റിന്യൂവബിൾ ടെക്നോളജി നമ്മൾ കണ്ടുപിടിക്കുക. നാച്ചുറൽ റിസോഴ്സസ് ഡിപ്ലീറ്റ് ആൻഡ് നമ്മൾ ഇല്ലാതാക്കരുത്, ഇത് നാളേക്കും വേണം എന്നും കൂടി ആലോചിക്കുക. ഇന്നോവേറ്റീവ് മെത്തേഡ്സ്, പുതിയ കണ്ടുപിടുത്തം അടുത്ത ജനറേഷന് വേണ്ടിയിട്ട് ഉപകാരപ്രദമായിട്ടുള്ളത്. ടുഡേ ഗ്രീൻ ടെക്നോളജീസ് ആർ ബീങ് എക്സ്റ്റെൻസീവ്ലി യൂസ് ഡീസാൾട്ടിങ്, ഫിൽട്രേഷൻ, ഉപ്പ് രസം, ഉപ്പില്ലാത്ത ചില സമയത്ത് അത്തരത്തിലുള്ള വെള്ളം ഉള്ളപ്പോൾ നമുക്ക് എടുക്കാൻ പറ്റും, ചിലതൊക്കെ നശിച്ചു പോകും. ഫിൽട്രേഷൻ, ഡിസ്ഇൻഫെക്ഷൻ, അതേമാതിരിയുള്ള സം ഓഫ് ദ ബേസിക് ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോസസ് എംപ്ലോയ്ഡ് ഫോർ വാട്ടർ ട്രീറ്റ്മെന്റ് വേണം, വെള്ളത്തിന്റെ ട്രീറ്റ്മെന്റ്. സാനിറ്റേഷൻ, ചില സമയത്ത് അത് കൃഷിക്ക് യോഗ്യാവില്ല. ചിലപ്പോ സാനിറ്റേഷൻ കടലത്തെ വെള്ളം നോക്കിയുള്ളൂ, ഉപ്പുവെള്ളം വന്നാൽ അത് നമ്മുടെ കൃഷിക്ക് ഉപകാരമാകും. അത് ഏതെങ്കിലും മറ്റേതൊക്കെ അതൊന്നും ഒരു പ്രയോജനം ഉണ്ടാവില്ല. സാനിറ്റേഷൻ ഈസ് ക്രൂഷ്യൽ ഫോർ ഹ്യൂമൻ ആൻഡ് എൻവയോൺമെന്റ് ഹെൽത്ത്. സാനിറ്റേഷൻ വളരെ വളരെ സിറ്റി ലൈക്ക് ബോംബെ ഹാവ് സീൻ. അപ്പൊ ഇന്നത്തെ കഥ എനിക്കറിയില്ല. റെയിൽവേ ട്രാക്കില് നമ്മുടെ ഈ പാളത്തിൽ ഇരുന്നിട്ടായിരിക്കും ജനങ്ങള് ഇതൊക്കെ ചെയ്യുന്നത്. കാരണം അവർക്ക് കക്കൂസില്ല, യാതൊന്നുമില്ല, വെള്ളമില്ല, അങ്ങനെയൊക്കെ എത്രയോ കണ്ടിട്ട് പല സ്ഥലത്തും ഇതേമാതിരി. അപ്പൊ അത് ഇപ്പൊ കുറെ ഇമ്പ്രൂവ്മെന്റ് എല്ലായിടത്തും ഉണ്ട്, അതല്ല പറയുന്നത്. പ്രൈം മിനിസ്റ്ററുടെ എത്രയോ സ്കീം ഉണ്ട്, അതൊക്കെ നന്നായി ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ട്. ആസ് വെൽ എ സോഷ്യൽ ആൻഡ് എക്കണോമിക് ഡെവലപ്മെന്റ്
ഗ്രീൻ ടെക്നോളജി നിങ്ങൾക്കറിയാം, ഗ്രീൻ ടോയ്ലറ്റ്, ബയോ ടോയ്ലറ്റ്, റെയിൽവേയിൽ, ട്രെയിനിലുണ്ട്. ഇപ്പോൾ ഗ്രീൻ ടെക്നോളജീസ് ആർ കറന്റ്ലി അപ്ലൈഡ് ടു കമ്പാറ്റ് ബയോട്ടിക് ആൻഡ് അബയോട്ടിക്, അത് ജീവിച്ചിരിക്കുന്നതും ജീവിക്കാത്തതും ഉള്ള സ്ട്രെസ്സസ്, റേസ് ക്രോപ്പ് ആൻഡ് ലൈഫ് സ്റ്റോക്ക് പ്രൊഡക്ടിവിറ്റി, ഇംപ്രൂവ് സോയിൽ ഫെർട്ടിലിറ്റി, മേക്ക് ഓവർ ആൻഡ് വെള്ളം അവൈലബിൾ ആവണം. അപ്പം ഈ മഴയത്തൊക്കെ നമ്മളെ അത് പ്രിസർവ് ചെയ്തിട്ട് കൊച്ചു കൊച്ചു ടാങ്കുകൾ ഇതെല്ലാം ഉണ്ടാക്കി വെള്ളം ഒഴുകിപ്പോകാതെ നമുക്കത് പിന്നീട് ഉപയോഗിക്കാൻ തക്കതിൽ ഉണ്ടാക്കണം. പിന്നെ അപ്ലിക്കേഷൻസ് ഓഫ് ഗ്രീൻ ടെക്നോളജി ആർ എക്സ്റ്റെൻസീവ്ലി ബീങ് യൂസ്ഡ് ഇൻ ദ ഓർഗാനിക് ഫോർമാറ്റ്. ഓർഗാനിക് എന്താ? അതായത് നമ്മുടെ വളം ഉപയോഗിച്ച്, വളം കെമിക്കൽ അല്ല, ഇൻറ്റിഗ്രേറ്റഡ് പെസ്റ്റ് മാനേജ്മെന്റ്, സസ്റ്റൈനബിൾ. പിന്നെ പ്രത്യേകത ഓർക്കണം, നമ്മൾ ഈ സ്പ്രേ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഫ്രൂട്ടിനോ വേറെ ഏതെങ്കിലും ഹാനികരമായിട്ടോ അത് കഴിക്കുന്ന ആളുകൾക്ക് ശരീരത്തിന് എന്തെങ്കിലും സൂക്കടായിട്ടോ അങ്ങനെയൊന്നും വരരുത്. സോ ഫിഷറീസ് ആൻഡ് അറിയില്ലേ, പല മത്സ്യങ്ങളും മീനുകളെല്ലാം നമ്മൾ കഴിക്കുന്ന സമയത്ത് പല പല അസുഖങ്ങളും, കാരണം അത് പല കെമിക്കലും എല്ലാം അപ്ലൈ ചെയ്തിട്ട് കുറേ കാലം, കുറേ ദിവസങ്ങൾ ഇരിക്കാൻ വേണ്ടിയിട്ടൊക്കെ നമ്മളെ പ്രിസർവ് ചെയ്യാൻ വേണ്ടിയിട്ട് പലതും നമ്മൾ ഉപയോഗിക്കുന്നു. അത് നമ്മുടെ ശരീരത്തിനെ താറുമാറാക്കുന്നു, അല്ലേ? സോ ഫിഷറീസ് ആൻഡ് അക്വാകൾച്ചർ ഇതൊക്കെ എൻവയോൺമെന്റിന്റെ ഒരു പാർട്ടാണ് കേട്ടോ. യൂണിറ്റ് 10, റോൾ ഓഫ് എഡ്യൂക്കേഷൻ ഇൻ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്, മീനിങ് ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് എഡ്യൂക്കേഷൻ. റോൾ ഓഫ്, നോക്കൂ, പെട്ടെന്ന് ഞാൻ പറയാം. എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ ലൈഫ് ലോങ് പ്രോസസ്സാണ്. എല്ലാം എനിക്ക് അറിയാം എന്ന് പറയാൻ ഒരാൾക്ക് സാധിക്കില്ല, മനസ്സിലായില്ലേ? ഇത് കണ്ടിന്യൂസ് പ്രോസസ്സാണ്. ജീവിതാവസാനം വരെ പഠിച്ചുകൊണ്ടേയിരിക്കുന്നു. നമ്മൾ വിദ്യാർത്ഥികളിൽ നിന്നും പഠിക്കുന്നു, വിദ്യാർത്ഥികൾ അധ്യാപകരിൽ നിന്ന് പഠിക്കുന്നു, നമ്മൾ പ്രകൃതിയിൽ നിന്ന് പഠിക്കുന്നു, മറ്റുള്ളവരിൽ നിന്ന് പഠിക്കുന്നു, പ്രാക്ടീസ് കൊണ്ട് പഠിക്കുന്നു. റോൾ ഓഫ് എഡ്യൂക്കേഷൻ ഇൻ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്, അത് പറയാം. വിഷൻ ഓൺ എഡ്യൂക്കേഷൻ, എഡ്യൂക്കേഷന്റെ വിഷൻ പ്രോപ്പർ ആയിരിക്കണം, നമ്മുടെ കരിക്കുലം പ്രോപ്പർ ആയിരിക്കണം. അതേമാതിരി നമ്മുടെ ഹയർ എഡ്യൂക്കേഷൻ ആയിക്കോട്ടെ, വേറെന്തെങ്കിലും ആയിക്കോട്ടെ, അതെല്ലാം നമ്മുടെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് ഉപയോഗിക്കണം. പിന്നെ കോളേജ് മാത്രം സ്ഥാപിച്ചാൽ പോരാ, എഡ്യൂക്കേഷണൽ ക്വാളിറ്റിയും വേണം. യൂണിവേഴ്സിറ്റി ഉണ്ടായാൽ പോരാ പേരിന്, അതിൻ്റെ റാങ്കിങ് ആയിക്കോട്ടെ, അതിലുള്ള കുട്ടികളായിക്കോട്ടെ, ഫാക്കൽറ്റി ആയിട്ട് ഇവരൊക്കെ UGC നോംസ് ഫുൾഫില്ല് ചെയ്യുന്നതാണോ എന്നും കൂടി നോക്കണം. കാരണം എന്തെന്ന് വെച്ചാൽ പലരും എങ്ങനെയാണ് റിക്രൂട്ട് ചെയ്യുന്നതെന്നൊന്നും ഞാൻ പറയുന്നില്ല, കാരണം ഓപ്പൺ സെഷൻ ആയതുകൊണ്ട് ഞാൻ പറയുന്നില്ല എങ്ങനെയാണ്. ഈവൻ ഇത് പറയാൻ പാടില്ലാത്തതാണ്. ഒരു vice chancellor has written a letter to the governor as well as the president of India. Dear Mr. എന്തോ പറയട്ടെ, സംതിങ് എന്താണ് എഴുതിയത്, പ്രസിഡന്റ് ഓഫ് ഇന്ത്യക്ക് ഓണറബിൾ അല്ലെങ്കിൽ ഹിസ് എക്സലൻസി, ഹെർ എക്സലൻസി, ഇങ്ങനെയൊക്കെയാണ് എഴുതാൻ പാടൂ. അതേമാതിരി ഒരു വിധത്തിലുള്ള ചില സമയത്തുള്ള ആ ഡെക്കോറം മെയിൻറ്റെയിൻ ചെയ്യേണ്ട ഒരു ലെറ്റർ അയക്കേണ്ടായി. അപ്പൊ നമ്മളെ വിദ്യാഭ്യാസം, ഞാൻ അയാളല്ല, ആരെയും കുറ്റം പറയല്ല കേട്ടോ, അങ്ങനെ ഞാൻ പറയുന്നത് പൊതുവേണേ. ഡിഗ്രി അല്ല പ്രധാനം, ഡിഗ്രി എവിടെ നിന്നും കിട്ടും, പക്ഷെ അതെങ്ങനെ നിങ്ങൾ യൂസ് ചെയ്യുന്നു, എത്ര വൃത്തിയാണ്, അതാണ് പ്രധാനം. പഠിക്കുന്നത് എന്തോ ആയിക്കോട്ടെ, അത് എംപ്ലോയ്മെന്റ് വൃത്തിയാണോ, അത് പ്രാക്ടിക്കൽ ആയിട്ട് നിങ്ങൾ ചെയ്യുന്നുണ്ടോ, അതിൽ നിന്നാണ് നിങ്ങൾക്ക് നോളജ് കിട്ടൂ. ഡിഗ്രി എല്ലാം ആവശ്യമാണ് ഓരോരോ ജോലി കിട്ടാൻ, പക്ഷെ ആ ജോലിയിൽ നിന്ന് നിങ്ങൾ പഠിച്ച് വരണം, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്, എന്നാലെയാണ് വളരാൻ പറ്റൂ എഡ്യൂക്കേഷനിലെ. അതേമാതിരി യു ടു അപ്ഗ്രേഡ്. പണ്ട് ഞാൻ അത്ര പഠിച്ചുകൊണ്ടിരുന്ന കാര്യമില്ല, ഒപ്പം നിങ്ങളുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനും ഓർഗനൈസേഷന്റെ നീഡ് അനുസരിച്ചിട്ടും നിങ്ങളുടെ നീഡ് അനുസരിച്ചിട്ടും വളർന്ന്, ആദ്യം നിങ്ങൾക്ക് ഇതൊന്നും പഠിക്കാൻ പറ്റിയില്ല എന്ന് വരും, അപ്പൊ അങ്ങനെ ചെയ്യണം, മനസ്സിലായോ? അടുത്ത്, എഡ്യൂക്കേഷൻ ഈസ് സീൻ ആസ് എ ബിഗ് ഫോഴ്സ്, എ ഫോഴ്സ് ദാറ്റ് ഓൺലി കോൺട്രിബ്യൂട്ട്സ് ടു നാഷണൽ ഡെവലപ്മെന്റ്. ഇത് നമ്മുടെ രാജ്യത്തിന് ഏറ്റവും ഡെവലപ്മെന്റിന് വേണ്ടി വിദ്യാസമ്പന്നരായ ആള്, അതായത് നോളജ്, സ്കിൽ, ഇതെല്ലാം വളരെ അത്യാവശ്യമാണ്. അതായത് എഡ്യൂക്കേറ്റഡ് ഹ്യൂമൻ റിസോഴ്സസ് ആർ എസെൻഷ്യൽ ഫോർ ദ പ്രോഗ്രസ് ഓഫ് ദ നേഷൻ. രാഷ്ട്രത്തിന്റെ പുരോഗതിക്ക് എഡ്യൂക്കേറ്റഡ് ആളുകൾ വളരെ അത്യാവശ്യമാണ്. സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ നമുക്ക് അധികം യൂണിവേഴ്സിറ്റി ഒന്നും ഉണ്ടായിരുന്നില്ല. നമ്മുടെ ഹയർ എഡ്യൂക്കേഷനിൽ വേണ്ടിയിട്ട് നമ്മൾ ഫോറിനൊക്കെയാണ് പോയിരുന്നത്, നമ്മുടെ ബാരിസ്റ്റർ ഇതൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട്, പലതും ഡോക്ടർ ആയിക്കോട്ടെ എന്തായിട്ട്. പിന്നീടാണ് നമ്മുടെ ഓരോ സ്ഥാപനങ്ങൾ വന്നു ഇവിടെ.
but also sustainable development is a key to development, be it social, economic, political or environmental. Education promotes development. പറയേണ്ട ആവശ്യമില്ല. എഡ്യൂക്കേഷൻ നോളജ് വർദ്ധിപ്പിക്കുന്നു, സ്കില്ല് വർദ്ധിപ്പിക്കുന്നു, സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്, അത് പ്രോഗ്രസ് ഉണ്ടാവണം. നിങ്ങളുടെ ഡെവലപ്മെന്റ്, ഓർഗനൈസേഷണൽ ഡെവലപ്മെന്റ്, നമ്മുടെ കമ്പനി കൺട്രിയുടെ ഡെവലപ്മെന്റ്. ഇറ്റ് എൻകറേജസ് പ്രൊമോഷൻ ഓഫ് എക്കണോമിക് വെൽബീയിങ്, സോഷ്യൽ. അതുകൊണ്ട് നമ്മളെ സമ്പാദിക്കുന്നു, നമ്മുടെ സോഷ്യൽ ആയിട്ട് നമുക്ക് വളരെ ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവുന്നു, ഈക്വാലിറ്റി ഉണ്ടാവുന്നു, മറ്റുള്ളവരെ മാതിരി നമ്മളാവുന്നു, ഡെമോക്രാറ്റിക് വാല്യൂസ്. Education for sustainable development enables people and citizens to lead as to how preserve earth resources which are limited availability. അപ്പൊ നമുക്കറിയാം ഇതിനെ പറ്റിയിട്ട്. വിദ്യാഭ്യാസം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ നാച്ചുറൽ റിസോഴ്സ് ഒന്നും ആവശ്യമില്ലാതെ നമ്മൾ യൂസ് ചെയ്യില്ല. ദ എഡ്യൂക്കേഷൻ ഫോർ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്, ESD കേട്ടോ, സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഹാസ് ദ ഒബ്ജക്റ്റീവ് ഓഫ് എംപവറിംഗ് പ്രസന്റ് ആൻഡ് ഫ്യൂച്ചർ ജനറേഷൻ. ഇതൊക്കെ പറഞ്ഞതാണ്. അപ്രോച്ച് ടു ദ എക്കണോമിക്, സോഷ്യൽ ആൻഡ് എൻവയോൺമെന്റൽ dimensions of sustainable development. Sustainable development can be defined as those developmental activities that do not degrade the environment. Degrade central principle sustainable development is living within the limit of consumption limit. Goals of economic and social development must be defined in terms of sustainability in all countries. Developed for developing, market oriented, centrally planned. മനസ്സിലല്ലേ? അപ്പോൾ ഈ യൂണിറ്റ് ഡിസ്കസസ് ദ റോൾ ഓഫ് എഡ്യൂക്കേഷൻ in achieving sustainable development. ഈ നമ്മുടെ യൂണിറ്റ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്, എഡ്യൂക്കേഷൻ എങ്ങനെ നമ്മുടെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഉപകരിക്കുന്നു എന്നാണ് പറയുന്നത്. മീനിങ് ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് എഡ്യൂക്കേഷൻ. എഡ്യൂക്കേഷൻ ഈസ് പ്രോസസ് ഓഫ് ഡെവലപ്പിംഗ് ദ പേഴ്സണാലിറ്റി ആൻഡ് ക്രിയേറ്റിവിറ്റി ഓഫ് ദ ഇൻഡിവിജ്വൽ so that they can in turn help in promoting healthy society. Education is actually a process which influences അത് എഡ്യൂക്കേഷൻ നമ്മുടെ ഇൻഡിവിജ്വൽ കേപ്പബിലിറ്റി ഇത് കൂടി വരുന്നു. പഠിക്കുന്തോറും നമ്മൾ നന്നായി വരുന്നു. സോഷ്യൽ എൻവയോൺമെന്റ്, എക്കണോമിക് ഡെവലപ്മെന്റ്, കൂടുതൽ ക്വാളിഫിക്കേഷൻ, കൂടുതൽ ജോലി കിട്ടില്ലേ, നല്ല കിട്ടില്ലേ, ശമ്പളം കിട്ടില്ലേ. എത്തിക്കൽ പഠിച്ചാൽ പോരാ, നിങ്ങളുടെ എത്തിക്സ് ഉണ്ട്. നിങ്ങൾ ചെയ്യാൻ പാടുന്നതും പാടില്ലാത്തതും. ഒരു ഡോക്ടർ എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ ജീവൻ രക്ഷിക്കുക. ലോയർ എന്ന് പറഞ്ഞാൽ അയാളുടെ ക്ലയന്റിനെ രക്ഷിക്കുന്നതിനോടൊപ്പം മറ്റുള്ളവരെയും കൂടി സഹായിക്കുക, അല്ലാതെ അവരെ നാമാവിശേഷമാക്കല്ല. മനസ്സിലല്ലേ? ഒരു ടീച്ചർ എന്ന ധർമ്മം ശമ്പളം വാങ്ങല്ല. മറ്റുള്ളവരെ അവർക്കുള്ള നോളജ് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക, അവരെ നല്ലൊരു ബ്രില്യൻറ്റ് സിറ്റിസൺ ആയിട്ട് വളർത്താൻ വേണ്ടി ഒരു ടീച്ചർ. അതാണ് ടീച്ചിങ് എബിലിറ്റി. പിന്നെ കൾച്ചറൽ അഡാപ്റ്റിവിറ്റി. നിങ്ങൾ എവിടെയായാലും ശരി, ഏത് കൾച്ചറും സ്വീകരിക്കാൻ ആദ്യം പഠിക്കൂ. അപ്പൊ നിങ്ങളിപ്പോൾ മദ്രാസിൽ നിന്ന് പോയോ അല്ലെങ്കിൽ കേരളത്തിൽ നിന്ന് പോയോ, ഞാൻ കേരളത്തിന്റെ കൾച്ചറെ അഡാപ്റ്റ് ചെയ്യൂ. നിങ്ങൾ പഞ്ചാബിലാണോ താമസിക്കണേ അല്ലെങ്കിൽ ഉത്തർപ്രദേശിലാണെന്ന് വെച്ചാൽ അവരുടെ കൾച്ചർ, എല്ലാ കൾച്ചറും നല്ലതാണ്. ഇത് പ്രത്യേകിച്ച് ഇന്ത്യ, ഈ 28 സ്റ്റേറ്റ്, 9 യൂണിയൻ ടെറിട്ടറിക്ക് അതിൻ്റെതായ കൾച്ചർ ഉണ്ട്. അത് നമ്മുടെ അല്ല എന്ന് പറഞ്ഞിരുന്നൊരു കാര്യമില്ല. ആ കൾച്ചറിന് അഡാപ്റ്റബിലിറ്റി സ്വീകരിക്കണം. Education is expected to evolve principles, methodologies, and guidelines for the application of knowledge that could be benefit society. It is also expected to provide knowledge, പറയേണ്ട ആവശ്യമില്ലല്ലോ, സ്കില്ല് ഫോർ അഡ്രസ്സിങ്. അതേമാതിരി നമ്മുടെ ഡെവലപ്മെന്റ് ഇഷ്യൂസിന് ഓരോന്നും നമ്മുടെ നോളജ് ഉണ്ടാവുന്നു. ഇറ്റ് മസ്റ്റ് നമ്മുടെ ഹയർ എഡ്യൂക്കേഷനും അത് കഴിഞ്ഞ് ഇതിന് പോകുന്നു, ഇതിന് കഴിഞ്ഞിട്ട് അത് പോകുന്നു. എല്ലാ സൗകര്യങ്ങളും ഇന്ന് ഇന്ത്യയിലുണ്ട്. നമ്മൾ ഫോറിൽ പോകേണ്ട ആവശ്യമൊന്നുമില്ല. എല്ലാ ജോലിക്കും അതെ, നമ്മളെ യഥാർത്ഥത്തിൽ എല്ലാ സ്ഥാപനങ്ങളും ഇവിടെ ഉണ്ട്. ഇറ്റ് മസ്റ്റ് ആൾസോ എനേബിൾ. ഇപ്പൊ നമ്മുടെ സയൻസ് സബ്ജക്റ്റ് എടുത്തു വിചാരിക്കുക, സയന്റിഫിക് ലബോറട്ടറീസ് ഉണ്ട് അല്ലേ? എഞ്ചിനീയറിംഗ് ഏതാണെന്ന് വെച്ചാൽ എഞ്ചിനീയറിംഗ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്, എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട് അല്ലേ? അപ്പോ ഡെവലപ്പ് അണ്ടർസ്റ്റാൻഡിങ് അല്ലേ? ഓക്കെ. നൗ sustainable development was a major focus of the United Nations Conference on Environment and UNCED held in Brazil in June 1992. Achievement of sustainable development globally is likely to prove one of the greatest challenges to the world community with the population, the consumption of per capital. നമ്മുടെ പോപ്പുലേഷന്റെ ഗ്രോത്തും കൺസപ്ഷനും അതായത് പോപ്പുലേഷൻ വർദ്ധിച്ചു വരുമ്പോ ഇത് കഴിക്കാനുള്ള ഭക്ഷണം വേണ്ടേ? ഇന്ത്യ is also going to face. കാരണം നമ്മളെ 2042 ആകുമ്പോഴേക്കും ചൈന വീട്ടിയും ഏതാനും വർഷങ്ങൾക്കുള്ളിൽ നമ്മൾ ചൈന ബീരിയും. അപ്പോ ആ പോപ്പുലേഷൻ അത്ര വരുമ്പോ അവർക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടേ? വേൾഡ് ഹെൽത്ത് സൗകര്യങ്ങൾ വേണ്ടേ? വീട് വേണ്ടേ?
വിദ്യാഭ്യാസം കൊടുക്കണ്ടേ? അപ്പൊ അതനുസരിച്ച് നമ്മളിപ്പോ പ്രവർത്തിക്കണം, എന്നാലേ അപ്പോഴേക്കാവൂ. വേൾഡ് കമ്മീഷൻ ഓൺ എൻവയോൺമെന്റ് ആൻഡ് ഡെവലപ്മെന്റ് ഒബ്സർവ്ഡ് efforts to achieve sustainable development are being carried out amidst an additional pressure of such global difficulties as climate change, ozone depletion, നമ്മുടെ ശ്വസിക്കുന്ന വായു, ശുദ്ധവായു, ആൻഡ് ചില റയർ ആയിട്ട് നമുക്ക് കിട്ടുന്ന ചില ലോസ്. ദി കൺസെപ്റ്റ് ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് റിജക്ട് ദി ട്രഡീഷണൽ വ്യൂ ദി എക്കണോമിക് ഡെവലപ്മെന്റ് ഈസ് നെസസറി ബട്ട് എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ഈസ് എ ലക്സറി. ദി എന്നാണ് വിചാരിക്കുന്നത്, പക്ഷേ ലക്സറി എന്നല്ല, ഇപ്പൊ വളരെ അത്യാവശ്യമാണ്. ദി വേൾഡ് കമ്മീഷൻ, നമുക്ക് പണ്ട് TV ലക്സറി ആയിരുന്നല്ലോ, കാറ് ലക്സറി ആയിരുന്നല്ലോ, സ്കൂട്ടർ ലക്സറി ആയിരുന്നല്ലോ ഒരു കാലത്ത്. ഇന്നോ മൊബൈൽ ലക്സറി ആയിരുന്നല്ലോ, ഇന്നോ. അപ്പൊ ഇന്ന് ലക്സറി ആയത് നാളെ അത് സാധാരണയായിട്ട് പരിണമിക്കും. The World Commission report noted that the measures of success is sustainable development and must account the context of the need to meet നമ്മുടെ ജനങ്ങളുടെ ആവശ്യപ്രകാരം നമ്മുടെ ചാലഞ്ചസ്. സസ്റ്റൈനബിൾ ആസ്പെക്ട് requires that the environmental administrators should aim to maintain ecosystems and related ecological processes essential for the functioning of the biosphere. ഓക്കെ, നമ്മുടെ അറ്റ്മോസ്ഫിയർ, ശൂന്യാകാശം. So preserve biological diversity by ensuring the survival, conservation, എല്ലാ ജീവജാലങ്ങളും, സസ്യം, ഇതെല്ലാം നാച്ചുറൽ, ഇതെല്ലാം നാച്ചുറലായിട്ട് വളർന്നാണ്. ഈ പുല്ല്, മരങ്ങൾ, ഇതൊക്കെ നാച്ചുറലായിട്ട് നമ്മൾ വളർത്തുന്നതല്ലോ. ഓക്കെ, ഒബ്സർവ് ദി പ്രിൻസിപ്പിൾ ഓഫ്, നമ്മൾ കാട്ടിൽ പോയിട്ട് എന്തെങ്കിലും മരങ്ങൾ ഇത് ചെയ്യുന്നുണ്ട്, തന്നെ വളരുന്നല്ലേ. ഓപ്റ്റിമം സസ്റ്റൈനബിൾ ലീഡ് ഇൻ ദ എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് ലിവിങ് നാച്ചുറൽ റിസോഴ്സസ് ഇൻ എക്കോസിസ്റ്റം. കാട്ടിൽ ജീവിക്കുന്ന ആളുകളുണ്ട്, അവരെ എന്താ ചെയ്യുന്നറിയാം? നശിപ്പിക്കാറില്ല. അവരുടെ ആവശ്യത്തിന് വേണ്ടി മാത്രം തേന് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഉപയോഗിക്കും. നാളേക്ക് വേണ്ടി അവരത് കരുതി വയ്ക്കും. ഒരിക്കലും കാട്ടിൽ വളരുന്ന ജീവിക്കുന്ന ആളുകളും അതെ കാട്ടിലത്തെ, അതായത് വനം ഒന്നും അവർ നശിപ്പിക്കില്ല. കാരണം അതിൽ നിന്നാണ് അവർ ജീവിക്കുന്നത്. മനസ്സിലായില്ലേ? പ്രിവെന്റ് ഓർ അബേറ്റ് സിഗ്നിഫിക്കന്റ് എൻവയോൺമെന്റൽ പൊല്യൂഷൻ. പിന്നെ എസ്റ്റാബ്ലിഷ് ആഡ്ക്വേറ്റ് സ്റ്റാൻഡേർഡ്. എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ അനവധി ലോ ഉണ്ട് കേട്ടോ. പൊല്യൂഷൻ ലോ, എൻവയോൺമെന്റൽ ലോ, മോട്ടോർ വെഹിക്കിൾ ആക്ട്, റേഡിയേഷൻ ലോ, അതേമാതിരി ഫോറസ്റ്റ് വൈൽഡ് ലൈഫ് ആക്ട്, അങ്ങനെ അനവധി 10-17 ലോ ഉണ്ട് കേട്ടോ. സോ അണ്ടർടേക്ക് റിക്വയർ പ്രിയർ അസൈൻമെന്റ് എൻഷുർ ദാറ്റ് മേജർ ലോ പോളിസി പ്രൊജക്ട്സ് ആൻഡ് ടെക്നോളജി കോൺട്രിബ്യൂട്ട് ടു സസ്റ്റൈനബിലിറ്റി. ഈ പോളിസി ആയിക്കോട്ടെ, പ്രൊജക്ട് ആയിക്കോട്ടെ, ടെക്നോളജി ആയിക്കോട്ടെ, എല്ലാം നമ്മുടെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. അതേമാതിരി നമ്മുടെ ഈ കമ്പ്യൂട്ടർ മറ്റേതൊക്കെ ചിലപ്പോൾ ഓബ്സൊലീറ്റ് ആയിട്ട് പരിണമിക്കും. ഇത് ഓരോന്ന് അപ്ഗ്രേഡ് ചെയ്യേണ്ടി വരും. പക്ഷെ അത് ഡിസ്പോസ് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. അതിലെ റേഡിയേഷൻ ഇതൊക്കെ ഹാർഡ്വെയറും മറ്റേതൊക്കെ ഉണ്ടല്ലോ ഉണ്ടായിരിക്കും. അപ്പൊ അത് സൂക്ഷിക്കണം ഡിസ്പോസ് ചെയ്യണ സമയത്ത്. മേക്ക് ഓൾ റിലവന്റ് ഇൻഫർമേഷൻ പബ്ലിക്കലി വിത്തൗട്ട് ഡിലേ ഇൻ ഓൾ കേസസ് ഓഫ് ഹാർംഫുൾ ഓർ പൊട്ടൻഷ്യലി ഹാർംഫുൾ റിലീസസ് ഓഫ് പൊല്യൂട്ടൻ, എസ്പെഷ്യലി റേഡിയോ ആക്റ്റീവ് റിലീസസ്. ഇവിടെ ശ്രദ്ധിക്കൂ, റേഡിയോ ആക്റ്റീവ് പറഞ്ഞാലേ ജനറേഷൻ ബൈ ജനറേഷൻ അഫക്റ്റ് ചെയ്യുന്നതാണ് റേഡിയോ ആക്റ്റീവ്. അതായത് ഈ റിയാക്ടർ, അറ്റോമിക് പ്ലാന്റ് എന്നൊക്കെ ഒഴുകുന്നത് ചിലത് കടലിൽ പോകുന്ന സമയത്ത് അതിലത്തെ മീന് റെഡ് കളറിലായിരിക്കും. നമ്മൾ കഴിച്ച നമ്മുടെ ശരീരം, തൊലി റെഡ്. വളർന്നു വരുന്ന കുട്ടികള്, ഇപ്പൊ ഗർഭിണികളാണെന്ന് വെച്ചാൽ 6 മാസം 7 മാസം ആകുമ്പോൾ തന്നെ പ്രസവിക്കും. ആ കുട്ടികൾക്ക് ജനറേഷൻ ബൈ ജനറേഷൻ റേഡിയോ ആക്ടിവിറ്റി ഉണ്ടാവും. അപ്പൊ അതൊക്കെ നമ്മൾ പ്രിവെന്റ് ചെയ്യണം. അതിനുള്ള പ്രിക്കോഷൻ ഇപ്പൊ നമ്മൾ വേൾഡ് UNO തന്നെ അറ്റോമിക് എനർജി, ഇന്റർനാഷണൽ അറ്റോമിക് എനർജി കമ്മീഷൻ പല ഗൈഡ് ലൈൻസ് സൃഷ്ടിച്ചിട്ടുണ്ട്. നമ്മുടെ ഇന്ത്യയിൽ തന്നെ എത്രയോ റിയാക്ടർ റിസർച്ച് സെന്ററും ന്യൂക്ലിയർ പവർ പ്ലാന്റ്സും ഉണ്ട്, അറിയാമോ? കക്രപ്പാറ, താരാപൂർ, നറോറ, നമ്മുടെ കൂടംകുളം, പലതും വൈഗ എന്ന് പറഞ്ഞിട്ട് ഈ ബാക്കി പറയണ്ടല്ലോ. അപ്പോ അവിടെ എല്ലാം പ്രൊട്ടക്ഷൻ എടുത്തിട്ടുണ്ട് ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡിലാണ്. കാരണം റേഡിയോ ലീക്ക് വന്നാണ് അറിയാലോ എന്താ സംഭവം എന്നൊക്കെ അറിയില്ലേ. പണ്ടത്തെ നാഗതാക്കി രാഷ്ട്രീയം ഇതൊക്കെ അറിയാലോ. അപ്പോ അതിനൊക്കെ പ്രിക്കോഷൻ എടുത്തിട്ടുണ്ട്. സോ എഡ്യൂക്കേഷൻ ഫോർ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഷുഡ് ഇൻക്ലൂഡ് ദ ഫോളോയിങ് ത്രസ്റ്റ്. ഒന്ന്, പ്രൊമോഷൻ ആൻഡ് ഇംപ്രൂവ്മെന്റ് ഓഫ് ബേസിക് എഡ്യൂക്കേഷൻ റിലേറ്റഡ് ടു സസ്റ്റൈനബിൾ. ബേസിക് എഡ്യൂക്കേഷൻ വേണം നമ്മുടെ ഇതിന് വേണ്ടിയിട്ട്. സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എഡ്യൂക്കേഷൻ വേണമല്ലോ, അല്ലാണ്ട് എങ്ങനെ ഡെവലപ്മെന്റ് ഉണ്ടാവുക? നമ്മൾ വിദ്യാഭ്യാസം ഇല്ലാത്ത ആളുകൾക്ക് നമുക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റില്ല. അവർക്കും ജീവിക്കണം, അതല്ല ഞാൻ പറയുന്നത്. റീഓറിയന്റേഷൻ ഓഫ് എക്സിസ്റ്റിംഗ് എഡ്യൂക്കേഷൻ. ഇന്നത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റം പോരാ. സെക്കൻഡറി, ഹയർ, ബേസിക് ഇതെല്ലാം ഇംപ്രൂവ് ചെയ്തേ പറ്റൂ. സാഹചര്യത്തിനനുസരിച്ച് നോക്കൂ,
ഇപ്പം നിങ്ങളുടെ ഇന്ദിരാഗാന്ധി ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ കോഴ്സ് എവറി ഇയർ ദർ അപ്ഡേറ്റിംഗ്. പക്ഷെ മറ്റുള്ള യൂണിവേഴ്സിറ്റി ചിലപ്പോൾ സാധിക്കുന്നില്ല, കാരണം അവരുടെ മോണിറ്ററി ഓബ്ലിഗേഷൻ. ഇത് സെൻട്രൽ യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് ഇപ്പം ഞാൻ എടുക്കുന്ന ക്ലാസ് അപ്ഡേറ്റഡ് ആയ വേർഷനാണ്. ഞാനിത് വായിക്കുന്ന സമയത്ത് തന്നെ എനിക്കറിയാം. അതാണ് ഒരു പ്രത്യേകത ഇതിൻ്റെ. നിങ്ങളുടെ ഇതിൻ്റെ ബുക്ക് വളരെ അപ്ഡേറ്റഡ് ആയതാണ്. അപ്പോൾ അതാണ് ഡെവലപ്മെന്റ് ഓഫ് പബ്ലിക് അവയർനെസ്. ജനങ്ങൾക്ക് അറിയണം, അണ്ടർസ്റ്റാൻഡ് സസ്റ്റൈനബിലിറ്റി, ലേണിംഗ് ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് ട്രെയിനിങ് മെത്തേഡ്. പിന്നെ ട്രെയിനിങ് ഈസ് എസെൻഷ്യൽ തിങ്. ഓരോന്ന് കാര്യങ്ങൾ നമ്മൾ പഠിക്കണം. ട്രെയിനിങ് ഇല്ലാണ്ട് നമുക്ക് പഠിക്കാൻ ചില ഇപ്പോൾ അനലോഗ് എന്ന ഡിജിറ്റൽ ടെക്നോളജി വെച്ചാൽ പഠിക്കാതെ ട്രെയിനിങ് ഇല്ലാണ്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. കമ്പ്യൂട്ടർ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുമോ? കമ്പ്യൂട്ടർ പഠിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ട്രെയിനിങ് ഇല്ലാണ്ട് പഠിക്കാൻ പറ്റുമോ? ഡ്രൈവിങ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡ്രൈവർ ആവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡ്രൈവിങ് പഠിക്കണ്ടേ? ട്രെയിനിങ് ഈസ് വെരി വെരി എസെൻഷ്യൽ. എന്താ ട്രെയിനിങ്? സമയത്തിന്റെ അഭാവം കൊണ്ട് കൂടുതൽ ഞാൻ പറയുന്നില്ല. ദ എക്സിസ്റ്റിംഗ് നീഡ്, your knowledge is not sufficient to meet the future challenge. There is a gap. Existing knowledge, required knowledge. There is a gap in between. To fill that gap, training is given. Now, role of education in sustainable development. It promotes sustainable development education for sustainable development, ESD. Promote and encourage a sustainable society, develop knowledge about environment, sustainable development outline, integration of principles and practices of sustainable development, focus on environmental themes and concern. Environmental issues എത്രയോ ഇപ്പൊ നോക്കൂ, എല്ലാ പ്രൊജക്റ്റിനും എൻവയോൺമെന്റ് ക്ലിയറൻസ് വേണം മിനിസ്റ്ററുടെ. എല്ലാ പ്രൊജക്റ്റുകളും, ഒരു ബിൽഡിംഗ് ഉണ്ടാക്കണം വെച്ചാലും ശരി, എന്ത് റോപ്പ് വേ ഉണ്ടാക്കണം വെച്ചാലും ശരി, പാലം കെട്ടണം വെച്ചാലും ശരി. കണ്ടില്ലേ പാലം പൊളിഞ്ഞത് അഹമ്മദാബാദിൽ? കണ്ടില്ലേ എത്ര പേര്? ഇവിടെ നമ്മുടെ ഗുജറാത്തില് എത്ര പേരാ മരിച്ചു? എത്ര 140 130 എന്തോ ആള് മരിച്ചു. എന്തായാലേ എൻവയോൺമെന്റ് ക്ലിയർ അവിടെ പറ്റുമോ? ഇതൊക്കെ വളരെ 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 ജാഗ്രതയോടുകൂടി നമ്മൾ ചെയ്യണം. കാരണം എന്തെന്ന് വെച്ചാൽ അല്ലെങ്കിൽ അനിഷ്ട സംഭവങ്ങളെ സംഭവിക്കും. ഓക്കെ, നെക്സ്റ്റ്. In the beginning vision education, 21st century, the international community realized the value of education for sustainable development. ഇപ്പൊ പല പല പുതിയ കാര്യങ്ങൾ നമ്മൾ ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. We need to foster through education the values പഠിക്കണം. ബിഹേവിയർ പഠിച്ചാൽ പോരാ, നമ്മുടെ എത്തിക്സ്, വാല്യൂസ്, ലൈഫ് സ്റ്റൈൽ, സിമ്പിൾ ലിവിങ്, ഹൈ തിങ്കിങ്. അല്ലാണ്ട് പഠിച്ചാൽ നമ്മൾ വലിയ പ്രതാപിയായി എന്ന് വിചാരിക്കരുത്. ബിഹേവിയർ, ആറ്റിറ്റ്യൂഡ്, വാല്യൂസ് മറക്കരുതേ. ഇതാണ് വാല്യൂ സിസ്റ്റം. നിങ്ങൾ എന്ത് പഠിച്ചാലും ശരി, വാല്യൂ ഇല്ലെങ്കിൽ എന്താ ചെയ്യുക? ബിഹേവിയർ ശരിയില്ലെങ്കിൽ എന്താ ചെയ്യുക? ലൈഫ് സ്റ്റൈൽ പ്രോപ്പർ അല്ലെങ്കിൽ എന്താ ചെയ്യുക? നിങ്ങളെ കാരണം യുനോ എത്ര വയസ്സിൽ ചെറുപ്പകാലത്ത് തന്നെ നമുക്ക് മരിക്കേണ്ടി വരും ആ ലൈഫ് സ്റ്റൈൽ ശരിയില്ല എന്നുണ്ടെങ്കിൽ. Education for sustainable development has an important role to play in our lifestyle and behavior. Education is seen as a process of learning as to how to make decisions that affect us. അപ്പോൾ എഡ്യൂക്കേഷൻ ഈസ് എ കീ. രാജ്യത്തിന്റെ പുരോഗതിക്ക് എഡ്യൂക്കേഷൻ അത്യാവശ്യമാണ്. 2000-ഓളം യൂണിവേഴ്സിറ്റി നമ്മുടെ ഉണ്ട്, എത്രയോ IITs ഉണ്ട്, എത്രയോ IMS ഉണ്ട്, മെഡിക്കൽ കോളേജസ് ഉണ്ട്, എത്രയോ സ്ത്രീകൾക്ക് മാത്രമായിട്ട് കോളേജസ് ഉണ്ട്. ഇതെല്ലാം ഉപയോഗിക്കുക ഓരോരുത്തരും. പിന്നെ ദ ബേസിക് എഡ്യൂക്കേഷൻ ക്യാൻ ഇംപ്രൂവ്. അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി ഉണ്ട് 1047-ഓളം, സെൻട്രൽ യൂണിവേഴ്സിറ്റി ഉണ്ട്, അതിൽ തന്നെ സ്റ്റേറ്റ് അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി ഉണ്ട്. അത് നമ്മുടെ എങ്ങനെയാ നമ്മുടെ ഇതങ്ങള് കൃഷി എങ്ങനെ അതിലെങ്ങനെയാണ് സപ്പോസ് ഷോർട്ടേജ് നമ്മുടെ 3 മാസം കൊണ്ടോ എങ്ങനെ കൃഷി എടുക്കുക, 6 മാസം കൊണ്ട് അങ്ങനെ പുതിയ വിത്തുകൾ, അങ്ങനെയൊക്കെ പലതും അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി ചെയ്യുന്നുണ്ട്. സിഗ്നിഫിക്കൻറ്റ് കോൺട്രിബ്യൂഷൻ ദേ ആർ ഡൂയിങ്. പോപ്പുലേഷൻ ഗ്രോത്തിനനുസരിച്ച് നമുക്ക് അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ കൂടിയേ പറ്റൂ, ലിവിങ് സ്റ്റാൻഡേർഡ് എന്നാലേ കൂടൂ. Now there is a new vision of education. This vision helps the people of all to realize the aim of education in the context of sustainable development. It helps students to understand the world in which they study, play and live together. അതുകൊണ്ട് നമ്മുടെ എഡ്യൂക്കേഷനിൽ നമുക്ക് ഇതെല്ലാം മനസ്സിലാക്കുന്ന ഓരോരുത്തരുടെ ആക്റ്റീവ്. നമ്മളിപ്പോൾ ഇവിടുത്തെ നമ്മുടെ ഓരോ കോളേജിൽ നിന്ന് മറ്റുള്ള ഫോറിൻ കോളേജിൽ പോയിട്ട് അവിടെ നമ്മൾ പഠിക്കുന്നു, ക്യാമ്പസ് ഇന്റേൺഷിപ്പ് ഇതൊക്കെ പലതും പഠിക്കുന്നുണ്ട്. ഇറ്റ് എനേബിൾസ് ദം ടു അഡ്രസ് ദ കോംപ്ലക്സ് പ്രോബ്ലം. അതുകൊണ്ട് നമ്മുടെ ലൈഫിൽ ഈസി അല്ല, പല കോംപ്ലക്സ് പ്രോബ്ലം നമുക്ക് വരും. ലൈഫ് ഈസ് നോട്ട് ഈസി. അപ്പൊ അവിടുത്തെ എൻവയോൺമെന്റ്, ഇല്ലിറ്ററസി, പോവർട്ടി, വേസ്റ്റ്ഫുൾ കൺസംഷൻ, എൻവയോൺമെന്റൽ ഡീഗ്രേഡേഷൻ, അർബൻ, ഇതൊക്കെ പഠിച്ചാലാണ് ഇതൊക്കെ മനസ്സിലാവും ഇതിന്റെ ഗൗരവം. അർബൻ ഡീക്ക്, അർബണിൽ വരുന്ന
നമ്മുടെ സിറ്റിയിൽ വരുന്ന പ്രശ്നങ്ങളെ, പോപ്പുലേഷന്റെ ഹെൽത്ത്, വയലേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്, ജനങ്ങൾക്ക് അവകാശമായുള്ള വയലേഷൻ, ത്രട്ടനിങ്ങിന്റെ ലൈഫ് ത്രട്ടനിങ്, പിന്നെ എഡ്യൂക്കേഷൻ സ്ട്രെസ്സസ് ഓൺ ഹോളിസ്റ്റിക് ഇന്റഗ്രേറ്റഡ് ആൻഡ് ഇന്റർഡിസിപ്ലിനറി അപ്രോച്ച്, ഓരോരോ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് സസ്റ്റൈനബിൾ ഫ്യൂച്ചർ, വാല്യൂസ്, ബിഹേവിയർ പറഞ്ഞു. പിന്നെ പോളിസീസ് ആൻഡ് പ്രാക്ടീസ് ഇൻ ഓർഡർ ടു എംപവർ പീപ്പിൾ ടു മേക്ക് ഡിസിഷൻ. വിദ്യാഭ്യാസം ഉണ്ടെങ്കിലാണ് നമുക്ക് ഓരോ ഡിസിഷൻ ടേക്കിംഗ് എബിലിറ്റി ഉണ്ടാവൂ. കൾച്ചർ പ്രോപ്പറായിട്ട് നല്ല കൾച്ചർ ബിഹേവ് ചെയ്യാൻ നമുക്ക് പറ്റൂ, വിദ്യാഭ്യാസം ഉണ്ടെങ്കിലേ പറ്റൂ. അപ്രോപ്രിയേറ്റ് ആൻഡ് ലോക്കലി റിലവന്റ് വേസ് ടു അഡ്രസ് ആൻഡ് റീഡ്രസ് ദി എൻവയോൺമെന്റൽ പ്രോബ്ലംസ് that threaten our common future. This enables people of all ages to develop and evaluate an alternative vision or alternative vision എപ്പോഴും ആവശ്യമാണ്. So, quality education for sustainable development is recognized as an important goal of the United Nations General Assembly. Quality education വളരെ അത്യാവശ്യമാണ്. Education is the most important single factor in achieving a rapid economic development and technological progress and increasing a social order founded in the values of freedom, സ്വാതന്ത്ര്യം, social justice, എല്ലാവർക്കും ഈക്വൽ ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റി. നമ്മുടെ പ്രോഗ്രാം, എഡ്യൂക്കേഷന്റെ പ്രോഗ്രാംസ്, നമ്മുടെ കരിക്കുലം, ഇത് കോമൺ സിറ്റിസൺഷിപ്പ്, എല്ലാവരും നമ്മുടെ ഇന്ത്യയിൽ ഒരൊറ്റ പാസ്പോർട്ടേ ഉള്ളൂ, റിപ്പബ്ലിക് ഓഫ് ഇന്ത്യ. മനസ്സിലായില്ലേ? സോ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ, ഒരു പാസ്പോർട്ടൊക്കെയാണ് നമ്മുടെ ഇന്ത്യയിൽ, മറക്കരുത്. And human resources every education is regarded as the key to development and the fundamental prerequisite. ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നമ്മുടെ എഡ്യൂക്കേഷൻ. കുട്ടികൾക്ക് നമുക്ക് വിദ്യാഭ്യാസം കൊടുക്കുക എന്നുള്ളതാണ് പരമപ്രധാനം. ഏറ്റവും അതാണ് നമ്മുടെ സ്വത്ത്, അതാണ്. അടുത്ത്, some sustained efforts need to be made involving youth, religious organization, senior citizen association to campaign together for the reduction of emission of green. അപ്പോ വിദ്യാസമ്പന്നരായ ആളുകള്, മതപരമായ സീനിയർ സിറ്റിസൺ എല്ലാ അസോസിയേഷൻ പേരൊക്കെ ക്യാമ്പയിൻ ചെയ്യണം, അവയർനെസ് കൊടുക്കണം. റിഡക്ഷൻ ഓഫ് എമിഷൻ, നമ്മുടെ പൊല്യൂഷൻ കൺട്രോൾ ചെയ്യാൻ. ഗ്രീൻ ഹൗസ് ഗ്യാസസ്, പോപ്പുലേഷൻ കൺട്രോൾ, ഇതിനൊക്കെ NGOs ഉണ്ട് പലരും, അവരൊക്കെ സഹായിക്കുക. സാനിറ്റേഷൻ, വൃത്തിയില്ലെങ്കിൽ നമ്മൾക്ക് സംഭവിക്കുന്ന ഭവിഷ്യത്തുകൾ അത് നമ്മൾ പറഞ്ഞു കൊടുക്കണം. നമുക്ക് എപ്പിഡമിക്സ് ഉണ്ടാവും, മറ്റേ അനവധി അസുഖങ്ങൾ ഉണ്ടാവും. അപ്പൊ അതിൽ നിന്നൊക്കെ മുക്തി നേടണം വെച്ചാൽ സാനിറ്റേഷൻ വളരെ അത്യാവശ്യമാണ്. ദി ക്ലൈമറ്റ്, പിന്നെ നമ്മുടെ നല്ല ഡ്രിങ്കിങ് വാട്ടറില് പൊല്യൂട്ടഡ് വാട്ടർ നമ്മൾ മിക്സ് ചെയ്യും, പൈപ്പ് പൊട്ടിയിട്ട്. Okay, is achieving sustainable development and new project. Okay, economic, the sustainable development, and need to be popularized. നമ്മുടെ സിറ്റിസൺ ആയിക്കോട്ടെ, സീനിയർ സിറ്റിസൺ ആയിക്കോട്ടെ, പിന്നെ പല ഇൻസ്റ്റിറ്റ്യൂഷൻസും ഉണ്ട്. നമ്മുടെ ഇതൊക്കെ അനവധി ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. നമ്മുടെ വൈൽഡ് ലൈഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്, നമ്മുടെ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. ഇതൊക്കെ എൻവയോൺമെന്റിനെ പറ്റിയിട്ട് നമ്മുടെ IFS ഉണ്ട്, ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ് ഉണ്ട്. ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ നാഷണൽ ഇമ്പോർട്ടൻസ് ആണ്. അതെല്ലാം നമ്മൾ നന്നായിട്ട് സിവിൽ സർവീസിലുള്ളതാണ്. ആ സ്ഥാപനങ്ങളെല്ലാം തരുന്ന ഇത് നമ്മൾ ശ്രദ്ധിക്കണം. ഇൻ ദിസ് വേ ദി എഡ്യൂക്കേഷൻ ഫോർ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് വുഡ് റിയലി കോൺട്രിബ്യൂട്ട് ടു ദ കൺട്രീസ് prosperity and happiness of the people. അങ്ങനെ ജനങ്ങൾക്ക് എല്ലാ ഹാപ്പിനെസ്. It would also ensure the social and economic well-being of the people of India. Yes, Sindar. Bye. Thank you very much.